അപ്പോൾ ഈ കേന്ദ്രത്തിൽ നിന്ന് വന്ന കോടികളൊക്കെ എവിടെ പോയി ഒരു പിടുത്തം? അതെല്ലാം ആമേഞ്ഞാൻ തൊഴിലെ പ്ലാസ്റ്റിക്കിനകത്തുണ്ട്. നഗരത്തിന്റെ ദുർഗന്ധം വമിക്കുന്ന ഒരു ജലവാഹിനി എന്നതിനെ പറയാമോ എന്ന് എനിക്കറിയില്ല, ഒരു മാലിന്യ ഒഴുക്ക് കേന്ദ്രം. നഗരസഭയ്ക്ക് ആരെ വേണോ വിളിച്ചു വരുത്താം. ചുരുക്കം പറഞ്ഞാൽ അവരവരുടെ അധികാരം ഉപയോഗിച്ചില്ല. അതായത് മേയറായി കഴിഞ്ഞാൽ എൻ്റെ കീഴിലെല്ലാം നിന്നുകൊള്ളണം എന്ന ചിന്താഗതി. റെയിൽവേ എന്ന് പറയുന്നത് ഒരു കേന്ദ്ര സർക്കാരിന്റെ എൻറ്റിറ്റിയാണ്. അതെ, അവരുടെ പ്രമിസസ് അല്ലെങ്കിൽ അവരുടെ പ്രദേശത്ത് കടന്നു കയറി ഒരു ക്ലീനിങ് ആക്ടിവിറ്റി നടത്തുന്നതിന് തിരുവനന്തപുരം മേയർക്കുള്ള അധികാരം പോലെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു മന്ത്രിക്ക് പോലും ഇല്ല. അധികാരം തലയ്ക്ക് പിടിച്ചു. അധികാരം അന്നേ തലയ്ക്ക് പിടിച്ചു മേയർ. ഞാനിത് ഒരിടത്തും പറഞ്ഞിട്ടില്ല, ഇതിപ്പോൾ ആദ്യമായിട്ട് ഞാൻ പറയുകയാണ്. ഓപ്പറേഷൻ അനന്ത എന്നുള്ള അതേ പേരിൽ തന്നെ ഇവരും എന്തൊക്കെയോ ചെയ്തു. പക്ഷേ എന്തായി? ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കാനേ നമുക്ക് സാധിക്കത്തുള്ളൂ. ഈ സിസ്റ്റത്തിൽ പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. കാരണം ദൈവം മാത്രമേ നമുക്ക് തരൂ. നമസ്കാരം. സമകാലിക രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങൾ വിശകലനം ചെയ്യുന്ന ഇന്റർവ്യൂവിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി ചേരുന്നത് ടൂറിസം വകുപ്പിൽ നിന്ന് ജോയിന്റ് ഡയറക്ടറായി വിരമിച്ച ശ്രീ MS വേണുഗോപാലാണ്. അദ്ദേഹം ഒരു സാമൂഹ്യ നിരീക്ഷകൻ കൂടിയാണ്. അദ്ദേഹത്തെ ഇന്റർവ്യൂവിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം സർ, വെൽക്കം ടു ഇന്റർവ്യൂ. സമകാലിക വിഷയങ്ങളാണ് നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിലെ പരിഗണനാ വിഷയം. രാഷ്ട്രീയം ഉണ്ടാകാറുണ്ട്, സോഷ്യൽ ഇഷ്യൂസ് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ഹോട്ട് സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് സംഭവങ്ങളാണ്. ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യൻ അഴുക്കുചാലിൽ ഇറങ്ങുന്നു. ഒടുവിൽ അയാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു ജനസന്നാഹം അയാളുടെ പിന്നാലെ പോകുന്നു, അല്ലെങ്കിൽ അയാളെ പരതി ഇറങ്ങുന്നു. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ അദ്ദേഹത്തെ രക്ഷിക്കാൻ സാധിക്കുന്നില്ല. വേറൊരു മനുഷ്യൻ ജീവന ഉപാധിക്ക് വേണ്ടിയിട്ടുള്ള അലച്ചിലുകൾക്കിടയിൽ ചികിത്സ തേടി ഒരു സർക്കാർ ആശുപത്രിയിൽ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുന്നു. അദ്ദേഹം ഒരു ലിഫ്റ്റിൽ കുടുങ്ങി മണിക്കൂറുകളോളം 42 മണിക്കൂർ സ്വന്തം പ്രാണന് വേണ്ടി കേടുകൊണ്ട് ഒരു ലിഫ്റ്റിനകത്ത് അകപ്പെടുന്നു. അദ്ദേഹം എവിടെയാണെന്ന് കണ്ടെത്താൻ പോലും നമ്മുടെ സംവിധാനങ്ങൾക്ക് സാധിക്കുന്നില്ല. രണ്ടും ഗുരുതരമായ, കേരളം ഞെട്ടലോടുകൂടി കേട്ട അല്ലെങ്കിൽ കണ്ടറിഞ്ഞ രണ്ട് സംഭവങ്ങളാണ്. അതിൽ ആദ്യത്തേതിൽ ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ പോലും നമുക്ക് സാധിച്ചില്ല. എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത്? കേരളത്തിൽ പ്രധാനമായിട്ട് സംഭവിക്കുന്നത് രാഷ്ട്രീയ അതിപ്രസരമാണ് നമ്മുടെ ഏറ്റവും വലിയൊരു വിപത്ത്. നമ്മുടെ ഭരണ സംവിധാനം നേരെ പോകണമെങ്കിൽ രണ്ട് വിഭാഗങ്ങളെങ്കിലും വളരെ കോപ്പറേറ്റീവ് ടീം വർക്കോട് കൂടി പോകണം. ഒന്ന് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്, അതായത് പാർലമെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ നിയമസഭ അല്ലെങ്കിൽ മന്ത്രിസഭ എന്നൊക്കെ പറയുന്നവർ. രണ്ടാമത്തേത് എക്സിക്യൂട്ടീവ്, IAS IPS അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഒരു വിഭാഗം. ഇത് രണ്ടും കൂടെ ഒന്നിച്ച് പോയാൽ മാത്രമേ കേരളത്തിലെ അഡ്മിനിസ്ട്രേഷൻ നേരെ പോകുള്ളൂ. ഇത് അങ്ങനെയാണ് കുറേ നാൾ പോയിരുന്നത്. ഏതാണ്ട് 80കളുടെ അവസാനം വരെയൊക്കെ ഏതാണ്ട് ഇതൊരു കൈകോർത്ത് പോയിരുന്നു. ഡോക്ടർ ബാബു പോൾ സാർ എപ്പോഴും പറയുമായിരുന്നു, ഭാര്യ ഭർത്താക്കന്മാരെ പോലെയാണ് ഈ IAS ഓഫീസറും മന്ത്രിയും. എന്ന് വെച്ചാൽ കുറച്ചുകൂടെ വിശാലമായിട്ട് അദ്ദേഹം പറഞ്ഞത് അച്ഛനമ്മമാരെ പോലെയാണ്. ഭാര്യ ഭർത്താക്കൾ എന്നുള്ളത് അച്ഛനമ്മമാർ. ഒരു വീട്ടിൽ അച്ഛൻ എങ്ങനെ ഇരിക്കും അതുപോലെ ഇരിക്കണം മന്ത്രി, അമ്മ എങ്ങനെ ഇരിക്കണം അതുപോലെ ഇരിക്കണം IAS ഓഫീസർ. ഇവർ രണ്ടിനും കൂടെ ആ വീട് സംരക്ഷിച്ച് കൊണ്ടുപോകുന്നത് പോലെ ഈ സംസ്ഥാനം സംരക്ഷിച്ചു കൊണ്ടുപോകാൻ ഇവിടുത്തെ എക്സിക്യൂട്ടീവിനും പാർലമെൻറ്റിനും അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനും ഒരേപോലെയുള്ള മനസ്സുണ്ടാകും. ഈ മനസ്സ് ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എന്താണ് കാരണം? അതിന് കാരണം പല കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മളിപ്പം പുതിയ കാലഘട്ടത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ വിചാരിക്കുന്നത് എല്ലാ തലത്തിലും ഞങ്ങളുടെ ആൾ വേണം. എൻ്റെ പാർട്ടി ഭരിക്കുമ്പോൾ എൻ്റെ ആൾ മാത്രമേ എല്ലായിടത്തും എത്താവൂ. ശരിക്കും അതൊരു തെറ്റായ പോളിസിയാണ്. ലോകത്ത് ഒരു അഡ്മിനിസ്ട്രേഷനിലും പാലിക്കാത്തൊരു പോളിസിയാണ്. അതായത് അഡ്മിനിസ്ട്രേഷൻ്റെ മികവ് എന്ന് പറയുന്നത് റൈറ്റ് മാൻ ഇൻ ദ റൈറ്റ് പ്ലേസ് ആണ്. അത് നമ്മൾ അപ്പോൾ അവിടെ രാഷ്ട്രീയം നോക്കരുത്, ജാതി നോക്കരുത്, മതം നോക്കരുത്, എഫിഷ്യൻസി മാത്രം. മാനേജ്മെൻറ്റ് ബേസിക് പോളിസി തന്നെ ടാലൻറ്റ്, ടീം വർക്ക്, എഫിഷ്യൻസി. നമുക്ക് തിരുവനന്തപുരത്ത് ഇപ്പോൾ നടന്ന ഈ സംഭവം നോക്കിക്കഴിഞ്ഞാൽ ആമയിഴിഞ്ചാൻ തോട്, അതെ, നഗരത്തിൻ്റെ ദുർഗന്ധം വമിക്കുന്ന ഒരു ജലവാഹിനി എന്നതിനെ പറയാമോ എന്ന് എനിക്കറിയില്ല, ഒരു മാലിന്യ ഒഴുക്ക് കേന്ദ്രം. ഇത് ക്ലീൻ ചെയ്യേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അവരത് കാലാകാലങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു സങ്കല്പമാണ്, ചെയ്യുന്നില്ല. ഇനി അവർ ചെയ്യുന്നുണ്ടെങ്കിലും നാട്ടുകാർ അവരുടേതായ രീതിയിൽ മാലിന്യങ്ങൾ വീണ്ടും വീണ്ടും വലിച്ചെറിഞ്ഞ് അതിനെ മലീമസമാക്കിക്കൊണ്ടേയിരിക്കുന്നു. ഇത് ക്ലീൻ ചെയ്യുന്നതിൽ നഗരസഭയ്ക്കുണ്ടായ വീഴ്ച ഒരു ഭാഗത്ത്. അതേസമയം ഈ ഒരു പെർട്ടിക്കുലർ അപകടം നടന്ന ഒരു പോർഷൻ ഈ ഉൾപ്പെട്ടിരിക്കുന്ന മേഖല എന്ന് പറയുന്നത് ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗമാണ്. ഇവർ പറയുന്നു റെയിൽവേ ആണത് ചെയ്യേണ്ടത്, റെയിൽവേ പറയുന്നു കോർപ്പറേഷനാണ് ചെയ്യേണ്ടത്. ഫലത്തിലൊരു ജീവനാണ് ഇല്ലാണ്ടായത്. ഇപ്പോൾ ശരിക്കും താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ സർക്കാർ സംവിധാനങ്ങളും ബ്യൂറോക്രസിയും തമ്മിലുള്ള ഒരു സമരസപ്പെടലല്ല,
കേന്ദ്ര സർക്കാരും സംസ്ഥാനത്തെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും തമ്മിലുള്ള ഒരു എന്താ പറയുക ഒരു ഈഗോ ക്ലാഷ് അല്ലെങ്കിൽ ഒരു ഉരസൽ, എന്താ ഇങ്ങനെ ഒരു സാഹചര്യം വരാൻ കാര്യം? ഈ സാഹചര്യവും രാഷ്ട്രീയ അതിപ്രസരം തന്നെയാണ്. അതായത് മേയറായി കഴിഞ്ഞാൽ എൻ്റെ കീഴിലെല്ലാം നിന്നുകൊള്ളണം എന്ന ചിന്താഗതി. ഉദ്യോഗസ്ഥന്മാരെൻ്റെ കാൽ കീഴിൽ നിൽക്കണം. പ്രതിപക്ഷം, ശരിക്കും പറഞ്ഞാൽ പ്രതിപക്ഷം പിന്നെ പഞ്ചായത്ത് രാജിൽ ഇല്ല. ഒരു പഞ്ചായത്തിലും ഒരു നഗരസഭയിലും ഒരു കോർപ്പറേഷനിലും പ്രതിപക്ഷ നേതാവില്ല. നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അവർ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ തിരുവനന്തപുരത്തെ സംബന്ധിച്ചോളം 100 കൗൺസിലർമാർ, ഈ 100 കൗൺസിലർമാരും ഒന്നിച്ച് തിരുവനന്തപുരത്തിൻ്റെ വികസനത്തിനായി 5 വർഷം പ്രവർത്തിക്കണം. ഇതിൻ്റെ നായകത്വം വഹിക്കേണ്ടത് മേയറാണ്. ആ മേയർ ഇവരെ മുഴുവൻ കയ്യിലെടുത്ത് വേണം പ്രവർത്തിക്കാൻ. അവർക്കതിന് സാധിക്കുന്നില്ല എന്ന് വെച്ചാൽ അവരുടെ ഈഗോ അതിന് അനുവദിക്കുന്നില്ല, അവരുടെ പാർട്ടിപരമായ ചില നടപടികൾ അവരെ അനുവദിക്കുന്നില്ല. പക്ഷെ അവർ പറയുന്നതിൽ ചില സാങ്കേതികമായ ചില ശരികളില്ലേ? കാരണം കേന്ദ്ര സർക്കാരിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ റെയിൽവേ എന്ന് പറയുന്ന ഒരു കേന്ദ്ര സർക്കാരിന്റെ എൻറ്റിറ്റിയാണ്. അവരുടെ പ്രെമിസസ് അല്ലെങ്കിൽ അവരുടെ പ്രദേശത്ത് കടന്നു കയറി ഒരു ക്ലീനിങ് ആക്ടിവിറ്റി നടത്തുന്നതിന് പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ അവർ പറയുന്നു. ബഹുമാനപ്പെട്ട മേയറുടെ ആ വാദം പൂർണ്ണമായും ശരിയല്ല. പക്ഷെ ഞാൻ പൂർണ്ണമായും ശരിയാണെന്നുള്ള ഒരു കൺസെപ്റ്റോട് കൂടി ഞാൻ പറയുകയാണ്. ഈ കോർപ്പറേഷൻ്റെ പരിധിയിൽ വരുന്ന നമ്മുടെ തിരുവനന്തപുരം പിന്നെ റെയിൽവേയുടെ ഓഫീസിനകത്തേക്ക് മേയറെ കയറാൻ സമ്മതിക്കുന്നില്ല, മേയറുടെ ജീവനക്കാരെ കയറാൻ സമ്മതിക്കുന്നില്ല, ക്ലീനിങ് നടത്താൻ സമ്മതിക്കുന്നില്ല. DRMനെ മീറ്റിംഗ് വിളിച്ചാൽ വരുന്നില്ല. ഇതിനെന്താ ചെയ്യേണ്ടത്? അവർക്ക് അധികാരമുണ്ട്. നഗരസഭയ്ക്ക് ആരെ വേണോ വിളിച്ചു വരുത്താം. ചുരുക്കം പറഞ്ഞാൽ അവരുടെ അധികാരം ഉപയോഗിച്ചില്ല. അവരുടെ അധികാരം ഏറ്റവും പ്രധാനമായ DRMനെ വിളിച്ചിട്ട് വന്നില്ലെങ്കിൽ കമ്മീഷനെ വിളിച്ച് പറയണം, ഇവിടെ വലിയൊരു ദുരന്തം നടക്കാൻ പോവാണ്, അയാളെ അറസ്റ്റ് ചെയ്യുമെന്ന് പറയണം. പറയാനുള്ള DRMനെതിരെ മേയർ നടപടി എടുക്കണം. മേയർക്ക് വിളിച്ചു വരുത്താം. അവർക്ക് അതിനുള്ള വിശാലമായ അധികാരം. തിരുവനന്തപുരം മേയർക്കുള്ള അധികാരം പോലെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു മന്ത്രിക്ക് പോലും ഇല്ല. ഈ പരിധിക്കകത്തുള്ള 100 വാർഡിനകത്ത് 125 സ്ക്വയർ കിലോമീറ്ററിനകത്തുള്ള എല്ലാ കാര്യങ്ങളും ഇടപെടാൻ ഈ മേയർക്ക് അധികാരം കൊടുത്തിരിക്കുന്നതാണ് നമ്മുടെ പഞ്ചായത്ത് രാജ് ബില്ല്. നഗരപാലിക സ്വന്തം അധികാരം എന്താണെന്ന് തിരിച്ചറിയാൻ വൈകിയ വേളയിൽ കരയുന്നു. അല്ലെ, സ്വന്തം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ കിലയുടെ ഫാക്കൽറ്റി ആയിട്ട് തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ്റെ ഇലക്ഷൻ കഴിഞ്ഞപ്പം നിയോഗിക്കപ്പെട്ട ആൾ എന്തിനെന്നറിയാമോ? 100 കൗൺസിലർമാർക്കും എങ്ങനെ നിങ്ങൾ ഈ നഗരസഭ കൊണ്ടുപോകണം, എങ്ങനെ ഇതിൻ്റെ പദ്ധതികൾ നടപ്പിലാക്കണം, എങ്ങനെ കേന്ദ്ര സംസ്ഥാന പദ്ധതികൾ എങ്ങനെ നിങ്ങൾ ആവിഷ്കരിക്കണം എന്ന് പഠിപ്പിക്കാനായിട്ട് ഒരു 5 പേരെ നിയോഗിച്ചില്ല. അതിലൊരാളാണ് ഞാൻ. ഈ മേയർ ആ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്തില്ല. ഇപ്പോഴത്തെ മേയർ ആര്യ രാജേന്ദ്രൻ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്തില്ല. അതിൽ രസമതല്ല, മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യാതെ പോട്ടെ, അവർ തിരക്കായി എന്തായിട്ടെ, അല്ലെങ്കിൽ അവർക്ക് ഇതെല്ലാം അറിയാം എന്നുള്ളതായിരിക്കാം. ജൂനിയർ ആയിട്ടുള്ള ഏറ്റവും ജൂനിയർ എൻ്റെ മകളുടെ പ്രായമുള്ളൊരു ആളാണ്. അത് മാത്രമല്ല, അവരൊരിക്കലും മേയർ സ്ഥാനാർത്ഥിയായി പോലും പരിഗണിച്ചിരുന്ന ഒരാളല്ല. എങ്ങനെയോ ആയി. അപ്പം ഞങ്ങള് ഈ കോർപ്പറേഷൻ ഓഫീസിന്റെ ഏറ്റവും 4ാമത്തെ 5ാമത്തെ നിലയിൽ ഒരു IT സെല്ലുണ്ട്. നമ്മളിരിക്കുന്ന ഈ മുറിയുടെ വലിപ്പമേ ഉള്ളൂ. അവിടെ 100 കൗൺസിലർമാരെ ഞങ്ങൾ എങ്ങനെ ഇരുത്തും? കുറേ കസേരയിട്ടുണ്ട്. ഈ എല്ലാ കൗൺസിലർമാരും വരില്ല, അത് വേറൊരു കാര്യം. അപ്പോൾ അവിടെ ഈ കൗൺസിലർമാരുടെ ക്ലാസ് നടത്താനായിട്ടിരിക്കുമ്പോൾ സ്ഥലമില്ല. കൗൺസിലർമാർ ഞങ്ങളോട് പരാതി പറയുക, ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ല സാർ, ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും. അപ്പോൾ അവിടെ അതിനൊരു ഉദ്യോഗസ്ഥയെ നിയോഗിച്ചിട്ടുണ്ട്. ആ ഉദ്യോഗസ്ഥ ആദ്യം പോയി മേയറോട് പറഞ്ഞു, നമുക്ക് മുകളിൽ വേറൊരു ഹാളുണ്ടല്ലോ, ഈ ഇന്ത്യൻ ഓഫീസിൻ്റെ അപ്പുറത്ത് കണ്ടൊരു ഹാളുണ്ട്, ആ ഹാള് വിട്ട് തന്നാൽ നമുക്ക് വിശാലമായിട്ടിരിക്കാം. വകവച്ചില്ല. മേയർ തിരിഞ്ഞു നോക്കിയില്ല. അവസാനം ഞാനും വേറൊരു ഫാക്കൽറ്റി മെമ്പറും കൂടെ അവിടെ ചെന്നിട്ട് ഈ മേയറുടെ മുമ്പാകെ പറയുകയാണ്, ഞങ്ങൾ കിലയിൽ നിന്ന് ഇങ്ങനെ ക്ലാസ് എടുക്കാൻ വന്നവരാണ്, ബഹുമാനപ്പെട്ട പിന്നെ മേയറും കൂടെ ആ ക്ലാസ്സിലേക്ക് അറ്റൻഡ് ചെയ്യണം. അതവരൊന്നും ചെയ്തുകൊണ്ടില്ല, തിരിഞ്ഞു നോക്കിയില്ല. എന്നിട്ട് ഞങ്ങളോട് ഇരിക്കാൻ പോലും പറഞ്ഞില്ല. ഇവർക്ക് അധികാരം, ഫാക്കൽറ്റി മെമ്പർമാരാണ്, അത് ആലോചിച്ച് അധികാരം തലയ്ക്ക് പിടിച്ചു. അധികാരം അന്നേ തലയ്ക്ക് പിടിച്ചു മേയർ. ഞാനിത് ഒരിടത്തും പറഞ്ഞിട്ടില്ല, ഇതിപ്പോൾ ആദ്യമായിട്ട് ഞാൻ പറയുകയാണ്. എനിക്കത് വലിയ വിഷമം തോന്നി. ശിവൻകുട്ടി മേയറായിരുന്നു, ഞങ്ങൾ എപ്പോൾ ചെന്നാലും ഇരിക്കാൻ പറയും. ശിവൻകുട്ടി മേയറായിരുന്നു. അന്ന് ഞാനൊരു പയ്യനാണ്, എനിക്ക് 30 വയസ്സേ ഉള്ളൂ. പക്ഷെ അന്ന് പോലും തിരുവനന്തപുരം കണ്ട ഏറ്റവും മികച്ച മേയർമാരിൽ ഒരാളാണ്. മികച്ച മേയറായിരുന്നു. ഞങ്ങൾ അദ്ദേഹത്തിനെതിരെ സമരം നടത്തി. ഇവിടെ സൂററ്റ് പ്ലേഗ് വന്നപ്പോൾ തിരുവനന്തപുരത്ത് പ്ലേഗ് വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ സമരം നടത്തി. അദ്ദേഹം ഞങ്ങളെ വിളിച്ചു. ആദ്യം ഒന്ന് ചൂടായി, നിങ്ങൾ എന്തായി പറയുന്നത്, ഇതിവിടെ ആവശ്യമില്ലാത്ത വാചകം അടിച്ചുകൊണ്ട് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കണം, ജനങ്ങളെ ഭീതിയിലാക്കണം എന്നൊക്കെ പറഞ്ഞ് ആദ്യം തട്ടിക്കയറിയെങ്കിലും അത് കഴിഞ്ഞിട്ട് അദ്ദേഹം കൂളായി. ഞങ്ങൾ പറഞ്ഞ പ്രശ്നങ്ങൾ അദ്ദേഹം മനസ്സിലാക്കി. അങ്ങനെയാണ് വെള്ളപ്പിശാല ഉണ്ടായത്. മനസ്സിലായില്ലേ? വെള്ളപ്പിശാല ഉണ്ടാക്കിയ ആള് ശിവൻകുട്ടിയാണ്. അദ്ദേഹത്തിന്റെ ഇനിഷ്യേറ്റീവാണ്. ജനങ്ങളെ കേൾക്കാനുള്ള മനസ്സ് ഈ മേയർക്കില്ല. നിലവിൽ ജനങ്ങളെ കേൾക്കുന്നില്ല.
ഉദ്യോഗസ്ഥരെ കേൾക്കുന്നില്ല, നാട്ടുകാരോട് പ്രതിപക്ഷത്തിനെ കേൾക്കുന്നില്ല. പ്രതിപക്ഷം ഇല്ല എങ്കിലും ഞാൻ പറയുകയാണ്, BJP-യിലെ കൗൺസിലർ, ഞാൻ ചോദിക്കട്ടെ, ഇതിനേക്കാൾ ഭൂരിപക്ഷം കുറഞ്ഞവരായിരുന്നു പ്രശാന്തിന്റെ മേയറായിരുന്ന VK പ്രശാന്തിന്റെ മേയർഷിപ്പിൽ ഭൂരിപക്ഷം 1-2 സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ. മനസ്സിലായി. അവിടെ ഈ മുഴുവൻ BJP കോൺഗ്രസ് കൗൺസിലർമാരെയും കയ്യിലെടുത്തുകൊണ്ട് അദ്ദേഹം ഭരണം സുഖമായി കൊണ്ടുപോയി. അത് കഴിഞ്ഞ് ശ്രീകുമാർ വന്നു, അദ്ദേഹം ഇതുപോലെ കൊണ്ടുപോയി, ആ ടേം പൂർത്തിയാക്കി. താങ്കൾ പറയുന്നത് ഒന്നുകൂടെ ഒന്ന് അസസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്വന്തം അധികാരം എന്താണ്, താൻ എന്താണ് ചെയ്യേണ്ടത് എന്ന തിരിച്ചറിവില്ലാത്തൊരു മേയർ അധികാര ദുർവിനിയോഗം നടത്തുന്നതിനോടൊപ്പം സ്വന്തം പണി ചെയ്യാതെ ധാർഷ്ട്യം കാണിക്കുന്നു, ജനങ്ങളോട് തട്ടിക്കയറുന്നു. അതാണ് മേയർ. അവരുടെ പിടിപ്പുകേടാണ് ആമയഴിഞ്ഞാൻ തോടിന്റെ ഉൾപ്പെടെയുള്ള ഗതികേട്ടിന്റെ അവസ്ഥ. ആമയഴിഞ്ഞാൻ തോട് മാത്രമല്ല, തിരുവനന്തപുരം മുഴുവൻ തോടാണ്, എല്ലാം കുഴിച്ചിട്ടിരിക്കുകയല്ലേ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ശതകോടികൾ എന്നൊന്നും പറയുന്നില്ല, പക്ഷേ പ്രതിവർഷം കോടിക്കണക്കിന് രൂപയാണ് തിരുവനന്തപുരം നഗരത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ പ്രധാന നഗരങ്ങളുടെ പരിപാലനത്തിനായും ശുചീകരണത്തിനായും കേന്ദ്ര ഫണ്ടിനത്തിൽ മാത്രം കിട്ടുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവരുടേതായ തനത് ഫണ്ട് വിനിയോഗിക്കുന്നത് വേറെ. ഇത്രയധികം കോടികൾ വിനിയോഗിച്ചിട്ടും എന്തുകൊണ്ട് ഒരു നഗരം ശുചീകരിക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല? ഞാനൊരു കാര്യം പറയാം. സർക്കാരിൽ, ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്, സർക്കാരിൽ ഇപ്പോൾ പുതിയതായി കണ്ടുവരുന്ന ഒരു ചാതുർവർണ്ണയമുണ്ട്. ആ ചാതുർവർണ്ണയം നമ്മൾ ടീം വർക്ക് എന്ന് ഞാൻ പറഞ്ഞല്ലോ, ടീം വർക്കാണ് മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും, അത് ഗവൺമെൻറ് മാനേജ്മെൻറ്റിലും അങ്ങനെയാണ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ അങ്ങനെയാണ്, ഈവൻ തമിഴ്നാട് ഗവൺമെൻറ്റിൽ അങ്ങനെയാണ്. ആ ടീം വർക്കിന് ഭയങ്കര പ്രധാനമാണ്. ജയലളിത പ്രാധാന്യം കൊടുത്തിരുന്നു, ഇപ്പോൾ സ്റ്റാലിൻ അതിന് പ്രാധാന്യം കൊടുക്കുന്നു. ഇവിടെ മാത്രം ടീം വർക്കില്ല. ഇവിടെ ഒരു ചാതുർവർണ്ണ്യം എന്ന് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, പൊളിറ്റീഷ്യൻസ് അപ്പർ ക്ലാസ്, അതിൻ്റെ താഴെ രണ്ടാമത്തെ ഒരു ഡൂക്ലിയാണ് സെക്രട്ടറിമാർ അല്ലെങ്കിൽ IAS ഉദ്യോഗസ്ഥർ, IPS ഉദ്യോഗസ്ഥർ. മൂന്നാമത്തേത് ഇടനിലക്കാരുണ്ട്, ഈ കോൺട്രാക്ടേഴ്സ്, ഈ ഇടനിലക്കാരൊരു വിഭാഗം. നാലാമത്തേത് സർവീസ് സംഘടനകൾ, അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻ നേതാക്കൾ. അതിനുശേഷം ആരുമില്ല. ജനങ്ങൾക്ക് സ്പേസേ ഇല്ല. ജനങ്ങൾക്ക് സ്പേസ് ഇല്ല, അവിടുത്തെ ബാക്കി ഉദ്യോഗസ്ഥർക്ക് സ്പേസ് ഇല്ല. ഞാൻ താഴെത്തട്ടിലെ ഒരു പോസ്റ്റിൽ നിന്ന് വന്ന ആളാണ്, ടൂറിസ്റ്റ് ഗൈഡായിട്ടും ഒക്കെ പ്രവർത്തിച്ച് വന്ന ആളാണ്. ഞങ്ങളുടെയൊക്കെ വാക്കുകൾ ചെവിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ്. ആ ഡോക്ടർ ബാബു പോളിനെ പോലുള്ളവർ, K ജയകുമാറിനെ പോലുള്ളവർ, T ബാലകൃഷ്ണനെ പോലുള്ളവർ, അമിതാഭ് കാന്ത്, ഇന്ന് നീതി ആയോഗിൻ്റെയൊക്കെ സ്ഥാനത്തിരുന്ന, ഇന്ന് ഇപ്പോൾ ഷർപ്പയായിട്ട് നമ്മുടെ ലോക രാഷ്ട്രങ്ങളുടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അമിതാഭ് കാന്തിനോട് പോലും നമ്മളൊരു കാര്യം പറഞ്ഞാൽ, അദ്ദേഹത്തിനോട് ഒരു കാര്യം പറഞ്ഞാൽ അദ്ദേഹം കേൾക്കുമായിരുന്നു. ഇന്ന് അതല്ല സ്ഥിതി. പൊളിറ്റീഷ്യൻ കേൾക്കാറില്ല, IAS ഓഫീസർമാർക്ക് ഇപ്പോൾ പവറില്ല. സത്യം പറഞ്ഞാൽ ഞാൻ 15 വർഷം കൂടെ വർക്ക് ചെയ്ത ആളാണ് ഈ ഇന്നത്തെ ചീഫ് സെക്രട്ടറി ഡോക്ടർ വേണു. ഇതുപോലൊരു എഫിഷ്യൻ്റ് ഓഫീസർ വേറെ ഇല്ല. 2 തട്ടിലേക്ക് അദ്ദേഹത്തിന് ഭയങ്കര ബാലൻസിങ് പവറാണ്. താഴെ തട്ടിലുള്ളവനോട് പെരുമാറാൻ അറിയാം, താഴെ തട്ടിലുള്ളവനോട് ഒപ്പം നിൽക്കാൻ അറിയാം, അതുപോലെ തന്നെ മേളിൽ ഉള്ളവരോട് ഇടപഴകി അങ്ങനെ നിൽക്കാനും അറിയാവുന്ന, എല്ലാത്തിനും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പോകാൻ കഴിയുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് എന്ത് കപ്പാസിറ്റി ഉണ്ട്, അദ്ദേഹത്തിൻ്റെ പൊട്ടൻഷ്യാലിറ്റി ഈ ഗവൺമെൻറ് എത്ര യൂസ് ചെയ്തു എന്നുള്ളത് ചോദിച്ചാൽ 0 എന്നേ ഞാൻ പറയുള്ളൂ. മനസ്സിലായി. നമുക്ക് നഗരത്തിൻ്റെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 2011 ഈ ഫണ്ടിന്റെ കാര്യം പറഞ്ഞല്ലോ, അതിലൊരു കാര്യം പറഞ്ഞു. അതായത് 2017 മുതൽ ഈ ആമയഞ്ചാൻ തോടുന്ന തന്നെ 50 ലക്ഷം, 1 കോടി, 2 കോടി, ഇങ്ങനെയൊക്കെ ഈ VK പ്രശാന്തിൻ്റെ കാലത്തും ശ്രീകുമാറിൻ്റെ കാലത്തും ഒക്കെ നടത്തിക്കൊണ്ടിരുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഈ സർക്കാർ, ഈ മേയറുടെ കീഴിൽ തന്നെ പിന്നീട് വന്നപ്പോൾ 25 കോടി രൂപ ഈ ആമയഴിഞ്ഞാൻ തോട് അടക്കമുള്ള പ്രദേശങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ മൈനർ ഇറിഗേഷൻ മിനിസ്റ്റർ അഗസ്റ്റിൻ അദ്ദേഹം നൽകി. ആ 25 കോടി രൂപ എങ്ങനെ പോയി, എവിടെ പോയി? അല്ല, ഇത് ഇപ്പൊ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ശ്രീ കടകംപള്ളി സുരേന്ദ്രനായിരുന്നു ടൂറിസം മിനിസ്റ്റർ. അതെ, അദ്ദേഹത്തിന്റെ സമയത്ത് ആ ഒരു ടേമില് ബോട്ട് വരെ ഓടിക്കുമെന്ന് പറഞ്ഞിട്ട് ശുചീകരണ പ്രവർത്തനം നടത്തി, കോടിക്കണക്കിന് രൂപ അവിടെ ഒരു മിനി ഡ്രഡ്ജിങ് തന്നെ നടത്തി. എന്നിട്ട് ഇതിന്റെ നടപടിക്രമങ്ങൾ ഏതുവരെ ആയി എന്നറിയാനായിട്ട് മന്ത്രി ഒരു ബോട്ടിൽ സഞ്ചരിക്കുമ്പോൾ ആ മന്ത്രി സഞ്ചരിച്ച ബോട്ട് കുടുങ്ങി. പിന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിന്റെ സംവിധാനങ്ങൾ കൊണ്ടുവന്നിട്ടാണ് മിനിസ്റ്റർ അവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ട് വരുന്നത്. എന്നിട്ട് ഇവരാരും ഒന്നും ചെയ്തില്ലേ? അത് കഴിഞ്ഞിട്ട് ആമയഴിഞ്ഞാൻ തോടിന്റെ നവീകരണം അവിടെ നിലച്ചു. പിന്നീട് എന്താ സംഭവിച്ചത്? ഇതൊക്കെ, അതായത് ഞാൻ ഒരു ആത്മകഥ എഴുതാൻ തീരുമാനിച്ചു, ഈ സർവീസ് സ്റ്റോറി ഒരെണ്ണം എഴുതണം എന്ന് വിചാരിച്ചു. അതിനിട്ട പേരെന്ന് അറിയാമോ? നാട്യം നട്ടമരം. നാട്യം നട്ടമരം. ഇപ്പം എല്ലാവരും എന്നോട് ചിന്ത, ഈ നാട്യം നട്ടമരം എന്ന് പറഞ്ഞാൽ നന്മമരം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. നാട്യം നട്ടുക എന്ന് വെച്ചാൽ ഈ കഥകളിയിൽ കണ്ടിട്ടുണ്ടോ മരം നടുന്നത്? പ്ലഞ്ചം 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ചെടി കാണിക്കും, കുഴിക്കുന്നത് കാണിക്കും, മൂടുന്നത് കാണിക്കും, മരം നിൽക്കുന്നത് കാണിക്കും. ഇതെല്ലാം ഇങ്ങനെ സങ്കല്പമാണ്. ഇൻ റിയാലിറ്റി ഒന്നുമില്ല. അതാണ് ടൂറിസം വികസനം ഭയങ്കരമായി നടക്കുന്നു എന്നൊരു സങ്കല്പം.
ഇത് അങ്ങനെ അല്ലായിരുന്നു കേട്ടോ. ഇതിപ്പോൾ പുതിയ ട്രെൻഡാണ് ഞാൻ പറയുന്നത്. ഈ ആമയഴിഞ്ഞാൽ പോലീസ് ഭരണം ഭംഗിയായി നടക്കുന്നു, നഗരസഭയുടെ വികസനം ഭംഗിയായി നടക്കുന്നു എന്ന് ചാനലുകളിലൂടെ ഇപ്പൊ വളരെ എളുപ്പമാണ് ഈ കാര്യം. പണ്ടത് പറ്റൂലായിരുന്നു. മീഡിയ ഉള്ളതുകൊണ്ട്, മീഡിയ എന്ന് വെച്ചാൽ ഈ സോഷ്യൽ മീഡിയയേക്കാൾ നമ്മുടെ പിന്നെ ഇപ്പോഴത്തെ മെയിൻ സ്ട്രീം മീഡിയ ഇതിനൊക്കെ വലിയ പ്രാധാന്യം. എവിടെയെങ്കിലും ഒരു ഉദ്ഘാടനം നടത്താൻ പോകണം, അല്ലെങ്കിൽ ഒരു പ്രസംഗം, MLA പ്രസംഗം, അല്ലെങ്കിൽ അവരുടെ ഒരു ബൈറ്റ്, ഇതൊക്കെ എടുത്താൽ കൊടുക്കുകയാണ്. അപ്പൊ ഇവർക്ക് ഒരു വികസനം ചെയ്തിട്ട് ഒരു സർക്കാർ പദ്ധതി അനൗൺസ് ചെയ്യുമ്പോൾ അതിനൊരു സംസ്ഥാനതല ഉദ്ഘാടനം, പിന്നെ അതിന് ജില്ലാതല ഉദ്ഘാടനം, ഇതെല്ലാം കൃത്യമായി നടത്തുകയും സംസ്ഥാനതല ഉദ്ഘാടനം സ്റ്റേറ്റ് വൈഡ് ആയിട്ട് ഒരു പരസ്യം കൊടുക്കും. നിർമ്മാണോദ്ഘാടനം എന്നൊരു സാധനമുണ്ട്. അതായത് തറക്കല്ലിടുന്നു, ചുമ്മാതെ തറക്കല്ലിട്ട്, എത്ര തറക്കല്ലുകളാണ് ഇങ്ങനെ കിടക്കുന്നത് അറിയാമോ? അതിന് കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാണ് നിർമ്മാണോദ്ഘാടനം. അപ്പൊ ഈ കേന്ദ്രത്തിൽ നിന്ന് വന്ന കോടികളൊക്കെ എവിടെ പോയി ഒരു പിടുത്തം. അതെല്ലാം ആമേഞ്ഞാൻ തൊഴിലെ പ്ലാസ്റ്റിക്കിനകത്തുണ്ട്. പക്ഷേ നമ്മൾ ഒരു നമ്മുടെ നഗരി, ഞാൻ പറഞ്ഞ വിഭാഗം ഉണ്ടല്ലോ, കോൺട്രാക്ടേഴ്സ്, ഉദ്യോഗസ്ഥന്മാര്, പൊളിറ്റീഷ്യൻ, ഇവരുടെ കയ്യിലാണ് പോയത്. ഇത് പോയതാണ്. ഇത് നമ്മള് കർണാടകയിലെ ഇത് പറയല്ലേ 60-40, 60 കർണാടകയിലെ BJP മന്ത്രിസഭയ്ക്കും 40 റോഡിലും വികസനത്തിനും. അതേപോലത്തെ ഏതാണ്ട് ഇവിടെ 50-50 ആണെന്ന് എനിക്ക് തോന്നുന്നു. ഏതാണ്ട് ആ അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരു പദ്ധതിയുടെ 50% പോലും അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ? പലതിലും, മനസ്സിലായി, എല്ലാത്തിലും അല്ല ഞാൻ പറഞ്ഞു. കുറച്ച് നാൾ മുന്നേ ഇപ്പം നേരത്തെ പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. അതായത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ഒന്നാമല്ല 2011-16 കാലഘട്ടത്തിലെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാന കാലഘട്ടത്തിൽ ചീഫ് സെക്രട്ടറി ശ്രീ ജിജി തോംസൺ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ അനന്ത എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി ഇവിടെ നടപ്പിലാക്കി. അത് വളരെ ഫലപ്രദമായി കുറേയധികം ദൂരം മുന്നോട്ട് പോയി. അന്ന് പ്രതിപക്ഷത്തിരുന്ന ആൾക്കാർ, അതായത് ഇന്നത്തെ ഭരണപക്ഷം ആക്ഷേപം ഉന്നയിച്ചത് ഇത് കരാർ കൊടുക്കാണ്ട് പിൻവാതിലിലൂടെ ക്രമീകരണങ്ങൾ നടത്താനും ഇഷ്ടക്കാർക്ക് ഫണ്ട് അനുവദിച്ച് അതിലൂടെ കമ്മീഷൻ അടിക്കാനുള്ള ഒരു സൂത്രവിദ്യയാണെന്ന് ആക്ഷേപം ഉന്നയിച്ചു. പക്ഷേ അന്നത്തെ സർക്കാർ ബഹുദൂരം മുന്നോട്ട് പോയി. പക്ഷേ എന്തോ അവിടെയും ചില തടസ്സങ്ങൾ. ഓപ്പറേഷൻ എന്താ പകുതി വഴിക്ക് നിന്നു. ഞാൻ അതിശയോക്തി പറയല്ല. ഈ അടുത്ത കാലത്ത് ഞാൻ എൻ്റെ 33 വർഷം സർവീസിൽ കണ്ട ഏറ്റവും വലിയൊരു ഇനിഷ്യേറ്റീവുകളിൽ ഒന്നാണ് ഈ ഓപ്പറേഷൻ അനന്ത. ഒരു ചീഫ് സെക്രട്ടറിയും ഒരു ജില്ലാ കളക്ടറും ചേർന്നുകൊണ്ട് ഇത്ര ഗംഭീരമായ ഒരു പദ്ധതി അവർ ഈ പ്രവർത്തകരുടെ ഇടയിൽ ഇറങ്ങി വന്ന് ചെളിവാരുന്നവൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് ഈ പരിപാടി ചെയ്തത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇത് എന്തുകൊണ്ട് പൊളിഞ്ഞു പോയി എന്നുള്ളത് ചോദ്യം. അത് താങ്കൾ പറഞ്ഞ പോലെ 75% ഇത് വിജയിച്ചു. ബാക്കി ഒരു അല്പം പൊളിഞ്ഞു പോയതിൻ്റെ കാരണം ചില ഈ സ്ലാബുകളുടെയും ഈ ഓടകളുടെയും മുകളിൽ ചില വൻ സ്ഥാപനങ്ങൾ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോഴും അത് നിൽക്കുകയാണ്. കയ്യേറ്റം. ഇത് പൊളിക്കാൻ ഇച്ഛാശക്തിയില്ല. അത് UDF കാലം. പക്ഷേ UDF മാറി 2016 LDF ഗവൺമെന്റ് വന്നു. അവരും ഓപ്പറേഷൻ സാധാരണ ഒരു പേര് മാറ്റമെങ്കിലും പ്രതീക്ഷിക്കും. പക്ഷേ ഇവർ പേര് പോലും മാറ്റാൻ നിന്നില്ല. എന്തായാലും അവർ ആ പേരിന് അത്ര വലിയ ഇമ്പാക്ട് ഉണ്ടായിരുന്നു. ഓപ്പറേഷൻ അനന്ത എന്നുള്ള അതേ പേരിൽ തന്നെ ഇവരും എന്തൊക്കെയോ ചെയ്തു. പക്ഷേ എന്തായി? അതിനാണ് ഞാൻ പറഞ്ഞത്, ഇത് പല വായിൽ പോകുന്നത്. ചില വായിൽ പോയി എന്ന് പറയില്ലേ, ചില വായിൽ പോയെന്നില്ല, ചില വായിലാണ് പോയത്. ഇത് എല്ലാ സർക്കാർ പദ്ധതികളും ചിലവായിൽ പോവുകയാണ്. കമ്മീഷൻ അടി മാത്രമാണ്. കമ്മീഷൻ അടി. അത് ഇതൊക്കെ പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടത്. സർക്കാരിൻ്റെ ഫണ്ട് അടിച്ചു മാറ്റുന്ന ഒരു ജോലി ഇപ്പം രാഷ്ട്രീയ പാർട്ടികൾ പ്രധാന വരുമാനമായിട്ട് കണ്ടു. പക്ഷേ താങ്കൾ പറഞ്ഞ വേറൊരു കാര്യം, നേരത്തെ പറഞ്ഞ ചീഫ് സെക്രട്ടറിയും ജിജി തോംസന്റെ കാലത്ത് ജിജി തോംസണും കളക്ടറും കൂടെ തോളോട് തോൾ ചേർന്ന് നിന്നു. പക്ഷേ അന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയോടും മറ്റ് മന്ത്രിമാരോടും പറഞ്ഞു, നിങ്ങൾ ആരും ഇതിനകത്ത് ഒരു നിമിഷം പോലും ഇടപെടരുത്, ഇടപെട്ടാൽ ഞാൻ അപ്പം എടുത്ത് പോകുന്നു. പക്ഷെ ഒരു കാര്യം, ഇതേ ചീഫ് സെക്രട്ടറിയുടെ വീടിന് മുന്നിൽ മുട്ടടയാണ്. ഇന്നും മഴ പെയ്ത വെള്ളക്കെട്ടാണ്. സ്വന്തം വീട്ടിന്റെ ചുറ്റുവട്ടത്തുള്ള വെള്ളക്കെട്ട് പരിഹരിക്കാൻ പോലും അദ്ദേഹത്തിന് സാധിച്ചില്ല. അവിടെ എന്താ വീഴ്ച പറ്റിയ? ഈ തിരുവനന്തപുരം നഗരം മൊത്തത്തിൽ വീഴ്ചകളുടെ ഒരു സങ്കേതമായിരിക്കുകയാണ്. ഇത് പറഞ്ഞാൽ നമ്മൾ അതിശയിച്ചു പോകും. ഈ തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം ഈ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നിരുന്നത്, പത്മനാഭപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരാൻ തന്നെ കാര്യം എന്നറിയാമോ? ഇത് ശുചിത്വമുള്ള നഗരമാണ്. ഡ്രെയിനേജ് ഫെസിലിറ്റി 7 കുന്നുകൾ ചേർന്നതാണ് തിരുവനന്തപുരം. നാച്ചുറൽ ഡ്രെയിനേജ്, നിങ്ങൾ ഒരു ഓടയും പണിയുണ്ടെന്നേ. ഈ നാച്ചുറൽ ഫ്ലോയെ തടസ്സപ്പെടുത്താതിരുന്നാൽ മാത്രം മതി തിരുവനന്തപുരം നഗരം ശുദ്ധമാകും. പക്ഷേ നമ്മൾ ഈ 10-65 വർഷത്തെ ഭരണം കൊണ്ട് നമ്മൾ അത് മുഴുവൻ സ്പോയിൽ ചെയ്തു. ആമയിഴഞ്ചാൻ തോട്ടിൽ ഏതാണ്ട് 100ഓളം കൈവഴികളുള്ളത് ഞാൻ നമ്മുടെ പ്രശാന്ത് മേയറായിരുന്നപ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തതാണ്. ആ കൈവഴികളെല്ലാം അടഞ്ഞു പോയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ വെള്ളക്കെട്ട്. അപ്പോൾ വെള്ളക്കെട്ട് മാറ്റാനായിട്ട് നമ്മൾ 25 കോടി മുടക്കി പല വിധത്തിൽ ഓടകൾ, ടണലുകൾ ഉണ്ടാക്കുകയാണ് പല സ്ഥലത്തൂടെ. അപ്പോൾ ഇതെവിടെയാണ് ഉണ്ടാകുന്നത്? നാച്ചുറൽ ഫ്ലോയെ തടഞ്ഞു നിൽക്കുന്ന
പിന്നെ ഫ്ലാറ്റ് പണിയാൻ വേണ്ടിയിട്ട് ആശുപത്രികൾ. ലൈൻ മാറ്റിയിട്ട് ആശുപത്രികൾ എനിക്കറിയാം. ഇവിടുത്തെ ചില ഷോപ്പിംഗ് മാളുകൾ ആശുപത്രികളൊക്കെ നിൽക്കുന്നത് കായലിൻ്റെ മുകളിലാണ്. ഫ്ലോട്ടിംഗ് ഹോസ്പിറ്റലല്ല, പക്ഷെ ആരും തൊടത്തില്ല. നികത്തിയിട്ട് പണിതാണ്. ഇപ്പൊ റെയിൽവേയുടെ പ്രോപ്പർട്ടി കേന്ദ്ര ഗവൺമെന്റ് ആയതുകൊണ്ട് അവിടെ തൊടാൻ പറ്റില്ല. പക്ഷേ ഈ കയ്യേറ്റം നടത്തിയ വമ്പന്മാരെ തൊടാമല്ലോ. റെയിൽവേയുടെ പ്രോപ്പർട്ടി തൊടാനൊന്നും പാടില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. മേയറുടെ വാദമാണ്, അവര് വാദമായി ഉന്നയിക്കുന്നു. വാദം എന്ന് പറഞ്ഞാൽ കത്തെഴുതി എന്ന് പറയുന്നത് അതൊരു വാദത്തിന് വേണ്ടി അംഗീകരിച്ചാൽ പോലും ഓക്കെ, അതൊരു കേന്ദ്ര സർക്കാർ എൻറ്റിറ്റിയാണ്, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ സ്വന്തം അധികാര പരിധിയിലുള്ള സ്വകാര്യ കയ്യേറ്റക്കാരന്മാരെ തൊടാത്ത എന്താ? സ്വകാര്യ കയ്യേറ്റന്മാരെ തൊടുന്നില്ല. ഈ വഴിവാണിഭ, ഞാൻ പറ്റ ഇത് വലിയ മുതലാളിമാരെന്ന് പറയും, വഴിവാണിഭക്കാരെ നമ്മൾ എന്നും പുനരധിവസിപ്പിക്കും. കുറേ പേരെ ആദ്യം പുനരധിവസിക്കും, അതിന് കുറേ കോടികൾ മുടക്കി പുനരധിവസിക്കും. ഉടനെ അടുത്ത ടീം വന്ന് അവിടെ എല്ലാം സംഗതികൾ കെട്ടിപ്പോകും. ഒരു 5 വർഷം 10 വർഷം കഴിയുമ്പോൾ ഇവരുടെ തൊഴിലിനെ ബാധിക്കുന്നു, ഇവരെയും പുനരധിവസിപ്പിക്കും. ഈ പുനരധിവാസം എന്ന് പറയുന്നത് തട്ടിപ്പ് പരിപാടിയാണ്. അതായത് അവരുടെ ശില്പന്തിയിലുള്ള ആൾക്കാർക്ക് ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കാനായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ, അത് ഇടത് വലത് വ്യത്യാസമൊന്നുമില്ല, എല്ലാവരും ഇതൊക്കെ ചെയ്യാറുണ്ട്. മനസ്സിലായില്ലേ? അപ്പം ഇത് സർക്കാരിൻ്റെ പണം ഒരിക്കലും പിന്നെ അതിൻ്റെ പർപ്പസിന് ഉപയോഗിക്കുക എന്നുള്ളത് സർക്കാർ നടക്കുന്നില്ല, ആരും ചോദ്യം ചെയ്യാറുമില്ല. സാർ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആണ്. ഇതിൽ സർക്കാർ സംവിധാനങ്ങളുടെയും ബ്യൂറോക്രസിയുടെയും ഭാഗത്തുള്ള വീഴ്ചകൾ നമ്മൾ അക്കമിട്ട് നിരത്തി പറയുമ്പോഴും ഇതിൽ മറുവശം ഒരു കാര്യം കൂടെ ഉണ്ടല്ലോ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടത്. അതായത് ജനങ്ങൾ എന്ന് പറയുന്ന എൻറ്റിറ്റി അവർ ഇതിൽ നിന്ന് മാറി നിൽക്കേണ്ടവരല്ല. ജനങ്ങളുടെ ഉത്തരവാദിത്വം ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിനു മുന്നേ ജോലി ചെയ്തിരുന്ന ഒരു മാധ്യമ സ്ഥാപനത്തിൽ അവരുടെ അന്നത്തെ ബ്യൂറോ റൺ ചെയ്തിരുന്ന 3ാമത്തെ നിലയിലാണ്. ആമയിഴഞ്ചാൻ തോടിൻ്റെ കൈവഴി ആ സമീപ പ്രദേശത്തൂടെ പോകുന്നുണ്ട്. അപ്പോൾ മിക്കവാറും ബ്യൂറോയിൽ നിൽക്കുമ്പോൾ നമ്മൾ ആദ്യം കാണുന്ന കാഴ്ച ആ പ്രദേശത്തുള്ള വീട്ടുകാർ പച്ചക്കറി അരിയുന്നു, ഉള്ളി അരിയുന്നു, എന്നിട്ട് ഇതിൻ്റെ എല്ലാം തോട് വേസ്റ്റ് എന്ന് പറയുന്ന അവരുടെ തൊട്ട് മുന്നിലുള്ള ആ മതിലിനപ്പുറത്തുള്ള ആമയഴിഞ്ഞ തോട്ടിലേക്ക് അവർ ഡംപ് ചെയ്യുകയാണ്. ഇത് സ്ഥിരം കാഴ്ചയാണ്, എല്ലാ ദിവസവും ബ്യൂറോയിൽ നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യമാണ്. ഇതുപോലെ ഇതൊരു ഒറ്റപ്പെട്ട കാഴ്ചയോ ഒറ്റപ്പെട്ട സംഭവമല്ല. ഈ ആമയഴിഞ്ഞ തോടിൻ്റെ പരിസരത്ത് താമസിക്കുന്ന എല്ലാ ആൾക്കാരും ഈ പറയുന്ന തോടിനെ മലീമസമാക്കുന്നതിൽ അവർക്കും തുല്യ പ്രാധാന്യമുണ്ട്. അപ്പോൾ ജനങ്ങൾ ചെയ്യുന്ന ചെയ്യത്തിൻ്റെ ഫലം ജനങ്ങൾക്ക് തന്നെ തിരിച്ചു കിട്ടുന്നു. അപ്പോൾ ജനങ്ങളുടെ ഈ ഉത്തരവാദിത്തമില്ലായ്മയെ നമ്മൾ അഡ്രസ് ചെയ്യേണ്ടതല്ലേ? ജനങ്ങളുടെ ഉത്തരവാദിത്തമില്ലായ്മയെ അഡ്രസ്സ് ചെയ്യണം. പക്ഷെ ജനങ്ങളെ ഉത്തരവാദിത്ത ബോധത്തിൽ എത്തിക്കാനുള്ള ചുമതല സർക്കാരിനാണ്. ഈ ജനങ്ങൾക്ക് സർക്കാർ എന്ന് പറയുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം മാത്രമല്ല, കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റിനും ഉത്തരവാദിത്തം ഉണ്ടെന്നേ. ഇന്നലെ ഒരു മന്ത്രിയുടെ പ്രസ്താവന ഞാൻ കേട്ടു. ഇവിടെ മേയറെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നഗരസഭയെ കുറ്റം പറഞ്ഞിട്ടില്ല, ഞാനും നിങ്ങളുമാണ് ഈ പാർവതി പുത്തനാറിൽ ഈ ആമയഞ്ചോട്ടിൽ എല്ലാ മാലിന്യവും കൊണ്ടിടുന്നത്. അതുകൊണ്ട് മേയറെ കുറ്റം പറയേണ്ട, മറ്റാരും കുറ്റം പറയേണ്ട, നിങ്ങളും ഞാനും പരസ്പരം ഈ കുറ്റം ഏറ്റെടുത്താൽ മതിയെന്ന്. അങ്ങനെയാണെങ്കിൽ ആരോഗ്യമന്ത്രിക്ക് പറയാം, പിന്നെ നിങ്ങൾ ഈ രോഗങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ട് വന്നിട്ട് പിന്നെ ശുചിത്വം ഇല്ലാതെ ചികിത്സിക്കാൻ എനിക്ക് സംവിധാനമില്ല, നിങ്ങൾ വ്യക്തി ശുചിത്വം നിങ്ങൾ പാലിക്കണം, നിങ്ങൾ അസുഖം വരാതെ നോക്കണം, വാക്സിനേഷൻ എടുക്കണം, മരുന്നെടുക്കണം, എല്ലാം ചെയ്യണം എന്ന് പറയാം. ക്രമസമാധാനത്തിന്റെ കാര്യത്തിൽ ഇത് പറയാം. നിങ്ങൾ അക്രമം കാണിച്ചാൽ ഞാൻ എന്ത് ചെയ്യാനാ? എല്ലാവരും കൊലപാതകം ചെയ്യുന്നു, എല്ലാവരും വ്യഭിചാരം നടത്തുന്നു. സർക്കാർ അങ്ങ് മാറി നിൽക്കുകയാണ്. സർക്കാരിന്റെ പണി എന്താണ്? വിവരമില്ലാത്ത ജനത്തിന് വിവരം ഉണ്ടാക്കുക. അതാണ് അവയർനെസ് പ്രോഗ്രാം എന്ന് പറയുന്നത്. നമ്മൾ ഈ അവയർനെസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ അവയർനെസ് എന്ന് പറയുന്നത് ഒരു സെമിനാർ നടത്തുക, അതിലെന്താണ്? അതിലും ചെയ്യുന്നത് എന്താണ്? കാശടിക്കുക. ഡിസെമിനേഷൻ ഓഫ് ഇൻഫർമേഷൻ ആണ്. നമ്മൾ ഒരു അറിവ് പകർന്നു കൊടുക്കുക. അറിവ് പകർന്നു കൊടുത്താൽ അത് പ്രായോഗികമാവില്ല, ചെയ്ത് കാണിച്ചു കൊടുക്കണം. അത് സ്വാഭാവികമായിട്ട്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഒരു വണ്ടി ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ നമ്മൾ പറയുന്നുണ്ട് ക്ലച്ച് ഔട്ടണം, ഫസ്റ്റ് ഗിയർ ഇടണം, പതുക്കെ കയ്യാലെടുത്തിട്ട് ആക്സിലേഷനിൽ കൊടുക്കണം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഇത് ആദ്യം ഇൻഫർമേഷനാണ്. ഇത് അവയർനെസ് ആയി കഴിയുമ്പോഴുണ്ടല്ലോ, ഇപ്പോൾ താങ്കൾ വണ്ടി ഓടിക്കുമ്പോൾ 10 വർഷം വണ്ടി ഓടിച്ച ഒരാൾ വണ്ടി ഓടിക്കുമ്പോൾ ഇതെല്ലാം പറയേണ്ട കാര്യമുണ്ടോ? മനസ്സിൽ പോലും പറയണ്ട. അറിയാതെ തന്നെ നമ്മൾ പിടിച്ച് ആക്കുമ്പോൾ ഇത് തനിയെ പോവാണ്. ആക്സിഡന്റ് വരുമ്പം തനിയെ ബ്രേക്ക്. അതായത് അവരെ ആ ഒരു ശീലത്തിലേക്ക് കൊണ്ടുവരണം. നിരന്തരമായ ബോധവൽക്കരണത്തിലൂടെ. നോളജും അവയർനെസ്സും തമ്മിലുള്ള വ്യത്യാസം. അവയർനെസ് ആയി കഴിഞ്ഞാലുണ്ടല്ലോ ഇത് ശീലമാകും. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ നമ്മുടെ ജനത്തിന്റെ ശീലം പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം, നമ്മുടെ കിണറ്റിൽ ഒരു കുപ്പയിടാൻ ആരെങ്കിലും സമ്മതിക്കൂ? അവിടെ നമ്മൾ നെറ്റിടും, അവിടെ പിന്നെ കാക്ക വന്നിരുന്ന അത് നമ്മുടെ മാത്രം പ്രോപ്പർട്ടിയാണ്. അവിടെയാണ് പ്രശ്നം. ഇനി നമ്മുടെ വീട്ടിനകത്ത് ഒരു ഓട ഉണ്ടെന്ന് വെച്ചാൽ ആ ഓടയിൽ മാലിന്യം നീക്കാൻ നമ്മൾ ഉടനെ തന്നെ അതൊന്ന് കുത്തി ഇളക്കി എങ്ങനെയെങ്കിലും റോഡിലോട്ട് തള്ളും. റോഡിലോട്ട് ഇട്ടാലും കുഴപ്പമില്ല, അപ്പുറത്തെ പുറത്തിൽ ഇട്ടാലും കുഴപ്പമില്ല. നമ്മുടെ അടുത്ത് നിൽക്കാം. ഇത് എന്തുകൊണ്ടാണ്? അതായത് എന്റെ പ്രോപ്പർട്ടി നന്നായി സൂക്ഷിക്കണം എന്നുള്ള അവയർനെസ് എനിക്കുണ്ട്. പൊതുമുതലിന്റെ കാര്യത്തിൽ നോളജേ ഉള്ളൂ. പരിസര ശുചിത്വം നമ്മൾ ഇപ്പൊ നിങ്ങളൊരു സെമിനാർ നടത്തി നോക്ക്, ഈ കൊണ്ടിടുന്നവൻ തന്നെ ഇതിനേക്കാൾ വിദഗ്ധമായിട്ട് പറയുന്നേ. ആമയഴിഞ്ഞാൻ തോട് ഈ ഗതത്തിലാക്കിയവൻ അവിടെ വന്ന് നമ്മളെക്കാൾ നന്നായിട്ട് പ്രസംഗിക്കും. വസ്തുതകൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ നഗരത്തിൽ നമ്മൾ പറയുന്നത് സ്മാർട്ട് സിറ്റി എന്നാണ്. അതായത് കേന്ദ്രത്തിൽ നിന്ന് കുറേ ഫണ്ട് കിട്ടുന്നു, ആ ഫണ്ട് ലാപ്സ് ആവുന്നതിൻ്റെ വൈകിയ വേളയിൽ എന്താ പറയുക 24 മണിക്കൂറിൽ നമ്മൾ കുറേ റോഡുകളങ്ങ് കുഴിക്കുന്നു.
കുറേ ഫുട്പാത്തുകൾ കെട്ടുന്നു, അല്ലെങ്കിൽ സോ ആൻഡ് സോ സൈഡിലൊക്കെ കൺസ്ട്രക്ഷൻസ് നടത്തുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു, കുറേ ഇലക്ട്രിക് ബസ് വാങ്ങിയിടുന്നു, എന്നിട്ട് അതിൽ സ്മാർട്ട് സിറ്റി എന്നൊക്കെ എഴുതി വെക്കുന്നു. സ്മാർട്ട് ആവുമോ? അല്ലേ, ഇത് സർക്കാരിൻ്റെ വേറൊരു ഗിമ്മിക്കാണിത്. ഞാൻ നാട്ടിൽ നട്ട മരം പറഞ്ഞില്ലേ, ഇങ്ങനെ മരം നടന്ന പോലെ വേറൊരു സാധനമാണ് ഈ പേരിടൽ. ആർദ്രം, അഭയം, സുരക്ഷ, കാരുണ്യ കേൾക്കുമ്പോൾ നമ്മൾ തകർന്ന് വീണു പോകും. ദൈവത്തിൻ്റെ സ്വന്തം നാട് തന്നെ. ഇത് എന്തൊരു സർക്കാർ, ഇത് എന്തൊരു പോളിസി. ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ നമ്മുടെ കോഓപ്പറേറ്റീവ് സെക്ടർ കേരളത്തിനെ രക്ഷിക്കാൻ പറ്റിയ ഏറ്റവും വലിയ സെക്ടറായിരുന്നു. കോഓപ്പറേറ്റീവ് സഹകരണം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് അതിനൊരു പ്രത്യേക ഇതുണ്ടായിരുന്നു. ആ 60കളുടെ കാലം അടുപ്പമുണ്ടായിരുന്നു. നമ്മുടെ സ്വന്തം ഞാൻ കാശ് മുടക്കി, എൻ്റെ ഷെയർ ഇട്ട് ഞാൻ തന്നെ നടത്തുന്നു, എനിക്ക് ഏത് സമയം എനിക്ക് ലോൺ എടുക്കാവുന്ന, എനിക്ക് പിന്നെ ബാങ്കിൽ ധൈര്യമായിട്ട് കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാവുന്ന, എൻ്റെ പലിശ എൻ്റെ സുഹൃത്തിന് കിട്ടുന്ന, അയൽക്കാരന് കിട്ടുന്ന പദ്ധതി എന്നൊക്കെ പറഞ്ഞ് എന്തൊരു ഇതായിരുന്നു കോഓപ്പറേറ്റീവ് സെക്ടർ. അത് കഴിഞ്ഞ് ജനകീയ ആസൂത്രണം, ഇതുപോലെ ആളിനെ ഇടിച്ചു കയറുകയല്ലായിരുന്നോ കോർപ്പറേഷൻ ഓഫീസിലും പഞ്ചായത്തിലും ഒക്കെ ഇതിലെ പദ്ധതിക്ക് വേണ്ടിയിട്ട് പദ്ധതികൾ അത് നടപ്പിലാക്കുന്നത്. ആദ്യത്തെ ചർച്ചയും കഴിഞ്ഞ് പിന്നെ എങ്ങനെയാണ്, പിന്നെ നേരത്തെ പാർട്ടി ഓഫീസിൽ തീരുമാനിച്ചുകൊണ്ട് വരും ഏത് കലിങ്ക്, ഏത് പാല്, ഏത് ഓട, അവിടെ വന്നിട്ട് പിന്നെ ഒരു ചർച്ച കഴിഞ്ഞിട്ട് എല്ലാം പൊളിറ്റിക്കലായിട്ട് അവർ തീരുമാനിച്ച കാര്യം എഴുതിക്കൊണ്ട് പോകും. അതോടെ ജനകീയ ആസൂത്രണം പൊളിഞ്ഞേ. പിന്നെ വന്ന എൻ്റെ ഒരു മൂവ്മെൻ്റാണ് റെസിഡൻസ്. ഞാൻ 30 വർഷം റെസിഡൻസ് കമ്മീഷൻ പ്രവർത്തിച്ച, എൻ്റെ സ്വന്തം റെസിഡൻസ് കമ്മീഷനിൽ 15 വർഷം ഞാൻ സെക്രട്ടറി ആയിരുന്നു. ദേശീയ തലത്തിൽ, സംസ്ഥാന തലത്തിൽ ഇപ്പോഴും പ്രസിഡന്റാണ്. ജില്ലാതലത്തിലും പിന്നെ ഫെഡറേഷന്റെ ഭാരവാഹിയാണ്. നാഷണലിൽ ഞാൻ ജനറൽ സെക്രട്ടറി ആയിരുന്നിട്ടുണ്ട്. 8 സംസ്ഥാനങ്ങളിൽ, അതിൽ 6-7 യൂണിയൻ ടെറിട്ടറിയിലൊക്കെ വ്യാപിച്ചു കിടന്ന ഒരു പ്രസ്ഥാനമാണ്. അതിപ്പോഴും നല്ല ആക്റ്റീവാണ്. ഞാൻ ഇപ്പോൾ അതിലോട്ട് പോകാറില്ല, ഒരുപാട് യാത്രയൊക്കെ വേണ്ടതുകൊണ്ട് പോകാറില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ച റെസിഡൻസ് അസോസിയേഷനുകളെ നിർജ്ജീവമാക്കിക്കളഞ്ഞു. നിർജ്ജീവമാക്കിയെന്ന് പറഞ്ഞാൽ അത് ആദ്യം കോവിഡ് വന്നപ്പോൾ ഇച്ചിരി തളർന്നിരുന്നു. അതിന് പുറമെ പാർട്ടികളുടെ തീരുമാനം, നിങ്ങൾ അമ്പലങ്ങൾ, പള്ളികളിലേക്ക് ഇടിച്ചു കയറി അവിടുത്തെ കമ്മിറ്റികൾ അംഗമാകണം. അതുപോലെ തന്നെ റെസിഡൻസ് അസോസിയേഷനുകളിൽ നമ്മുടെ പാർട്ടിക്കാർ വന്ന വീട്ടുകാരുടെ അസോസിയേഷനിലും പാർട്ടി വന്നപ്പോൾ ഈ പ്രസ്ഥാനം തകർന്നു. ഇപ്പം റെസിഡൻസ് അസോസിയേഷൻ എന്ന് പറയുന്നത് വെറും പ്രഹസനമായി മാറിയിരിക്കുകയാണ്. അതായത് ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ, എസ്പെഷ്യലി തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ, അവർക്ക് കുടുംബയോഗങ്ങൾ കൂടുവാനുള്ള ഒരു വേദി, അതിനാണ് ഈ അസോസിയേഷൻ. പക്ഷെ അത് നടക്കില്ല. മുമ്പ് നടക്കുമായിരുന്നു. എന്നറിയാമോ, പിന്നെ ആ സ്ഥലത്തെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് റെസിഡൻസ് അസോസിയേഷന്റെ നേതാവായിരുന്നു. ഇപ്പൊ പാർട്ടിക്കാരനാണ്. ഇവർ വിളിച്ചാൽ എല്ലാവരും പോകില്ല. BJP-കാരൻ പറയും അവിടെ പോരുന്ന്, കോൺഗ്രസ്സുകാരനും പറയും അവിടെ പോരുന്ന്. ഇനി കോൺഗ്രസ്സുകാരനാണ് അവിടുത്തെ പ്രസിഡന്റ് എങ്കിൽ തിരിച്ചും പറയും. ശരിക്കും വിശാലമായ ഉദ്ദേശ ലക്ഷ്യങ്ങളൊന്നും പൂർത്തീകരിക്കപ്പെടുന്നില്ല. ഇത് കാലാകാലങ്ങളിൽ ഞാൻ ഇതാ പറഞ്ഞേ, നമ്മുടെ പദ്ധതികൾ പൊളിയുന്നത് പോലെ തന്നെ നമ്മുടെ പ്രസ്ഥാനങ്ങളും പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ആമേഴിഞ്ചന്തോട് നമുക്കൊരു പാഠമാണ്. ഈ ഒരു പ്രോസ്പെക്റ്റിൽ നമ്മൾ ഇനിയെങ്കിലും നഗരത്തിൽ പാലിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ കരുതേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇനി ഇത്തരത്തിലുള്ള അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് ഹോപ്പ്ഫുള്ളി അങ്ങനെ പറയാനേ സാധിക്കത്തുള്ളൂ. ആവർത്തിക്കില്ല എന്ന് നമുക്ക് ഒരിക്കലും തർപ്പിച്ച് പറയാൻ സാധിക്കില്ല. എന്തൊക്കെ നമുക്ക് കരുതേണ്ടതുണ്ട്? നമ്മൾ എന്തൊക്കെയാണ് കരുതേണ്ടത്? നമ്മൾ കരുതേണ്ടത്, താങ്കൾ പറഞ്ഞില്ലേ ഈ ജനാധിപത്യത്തിൽ ജനങ്ങളുടെ റോള്. അതായത് സ്വാമി വിവേകാനന്ദനോട് എനിക്ക് ചോദിച്ചു ഈ ഭരണം നേരെയാക്കാൻ എന്ത് ചെയ്യണമെന്ന്. അദ്ദേഹം പറഞ്ഞത് 50% ഫ്രം ദ ബോട്ടം, 50% ഫ്രം ദ ടോപ്പ്, എങ്കിലേ ഭരണം നന്നാവുള്ളൂ. അതായത് 50% ഇനിഷ്യേറ്റീവ് ജനങ്ങളുടെ ഭാഗത്തുനിന്നും കൂടെ ഉണ്ടാവണം. ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വേറൊന്നും വേണ്ട, നല്ല ആളിനെ തിരഞ്ഞെടുക്കുന്നതിൽ ജനങ്ങൾക്കൊരു വലിയ പങ്കുണ്ട്. അത് ഞാൻ ചോദിക്കട്ടെ, നമ്മൾ മാർക്കറ്റിൽ മീൻ വാങ്ങിക്കാൻ പോകുമ്പം ഈ മീനുണ്ടല്ലോ, ചീഞ്ഞതാണോ അല്ലയോ എന്ന് നോക്കാനായിട്ട് നമ്മൾ ചിലവഴിക്കുന്ന 10 മിനിറ്റ് പോലും നമ്മൾ വോട്ട് ചെയ്യാനും പോകുമ്പം ചിലവഴിക്കാറില്ല എന്നുള്ളതാണ്. ഇയാൾ നല്ലതാണോ, ഇയാൾ എന്താണ്, ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഇയാൾക്ക്. അപ്പോൾ അവിടെ വേറെ സാധനങ്ങളാണ്. ജാതി വരുന്നു, മതം വരുന്നു, രാഷ്ട്രീയം വരുന്നു, വർഗീയം വരുന്നു. വർഗീയത്തെക്കാൾ വലിയത് ഇപ്പോൾ രാഷ്ട്രീയ അതിപ്രസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് പറ്റും? എന്ത് തെറ്റ് ചെയ്താലും എൻ്റെ MLA എൻ്റെ MLA, എൻ്റെ മന്ത്രി എൻ്റെ മന്ത്രി, എൻ്റെ പാർട്ടിക്കാരൻ എൻ്റെ പാർട്ടിക്കാരൻ, ഈ രീതിയിലേക്ക് പോയി നമ്മുടെ പദ്ധതികൾ പലതും പൊളിഞ്ഞിരിക്കുകയാണ്. ഇത് ഇനിയും ആമേഴഞ്ചാന്തോട് ആവർത്തിക്കും. ഞാൻ അശുഭവിശ്വാസിയായിട്ട് പറയല്ല, എൻ്റെ 33 വർഷത്തെ എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണ്. ഈ അനുഭവങ്ങൾ പാളിച്ചകളായിട്ട് നിൽക്കുകയാണ്. അനുഭവങ്ങൾ പാഠങ്ങളല്ല. 2011 നമ്മുടെ നാടിന് നടുക്കിയ ഇത് പറഞ്ഞ പെട്ടെന്ന് ഓർമ്മ വന്നൊരു കാര്യമാണ്. നമ്മുടെ ഏറ്റവും വലിയൊരു വിപത്താണ് മുല്ലപ്പെരിയാർ ഡാം. 25 ലക്ഷം ജനങ്ങളുടെ ജീവൻ, ഇന്നിപ്പോൾ ഒരു ജോയിയും ആണ് നമുക്ക് പോയത്. ദുഃഖകരമാണ്. പക്ഷേ എത്ര ജോയിമാരും പിന്നെ മറ്റ് പല പേരുകാരും ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യമുണ്ടെന്ന് എത്ര നാൾ കൊണ്ട് വാൺ ചെയ്യുന്നു. 50 വർഷം പറഞ്ഞ ഡാം നമ്മളിപ്പം 100 വർഷം പറഞ്ഞ ഡാം 150 വർഷം ആകാറാകില്ലേ?
ഈ ഡാമിൻ്റെ സുരക്ഷ ഇല്ല എന്നുള്ളത് നമുക്കറിയാം. ഇതിന് ഒരു സ്ട്രോങ് നടപടിയെടുക്കാൻ ഇന്നത്തെ സർക്കാരിന് കഴിയുമോ? ഇനി നാളെ വരുന്ന സർക്കാരിന് കഴിയുമോ? നമ്മുടെ 25 ലക്ഷം ജനങ്ങളുടെ പ്രശ്നമാണ്, 4-5 ജില്ലകളുടെ പ്രശ്നമാണ്. അപ്പോൾ ഇത് തമിഴ്നാട് അടക്കും, തമിഴ്നാടിൻ്റെ പ്രശ്നം അത് രാഷ്ട്രീയമാണ്, ഇൻട്രസ്റ്റേറ്റ് ഇഷ്യൂ ആണ്. ഇൻട്രസ്റ്റേറ്റ് ഇഷ്യൂ അല്ല, അത് രാഷ്ട്രീയമാണ്. ഈ LDFനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാർലമെൻറ്റിലെ 50% സീറ്റുകൾ തന്നിരിക്കുന്നത് തമിഴ്നാടാണ് അല്ലെങ്കിൽ സ്റ്റാലിനാണ്. കേരളം കൊടുത്തിരിക്കുന്നത് അതിൻ്റെ കാൽഭാഗം, രാജസ്ഥാൻ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ കാൽഭാഗം അല്ലേ? അപ്പോൾ 50% സീറ്റ് കൊടുത്തിരിക്കുന്ന ആരാ? പാർട്ടി കൊടിയേതായാലും നേരെ കെട്ടാൻ സൗകര്യമില്ലാത്ത അല്ലെങ്കിൽ നിവർത്തിയില്ലാത്ത തമിഴ്നാട്ടിൽ നിന്ന് DMKയുടെ കെയർ ഓഫിൽ 2 സീറ്റ് കൊടുത്തിരിക്കുകയല്ലേ അല്ലേ? അപ്പോൾ 50% അവിടെയാണ് പൊളിറ്റിക്കൽ പ്രഷർ നിന്ന് നമ്മുടെ സംസ്ഥാനത്തെ 4 ജില്ലകൾ ഒലിച്ചു പോകുന്ന 25 ലക്ഷം ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നം. അവിടെ 0 ആയാലും ഇതൊക്കെ തന്നെ ആയിരിക്കും സംഭവിക്കുക. എവിടെ 0 ആയാലും? തമിഴ്നാട്ടിൽ 0 ആണ്. ഇപ്പൊ ഈ 0 ആണെങ്കിലും അല്ല, 0 ആണെങ്കിലും ഇത് സംഭവിക്കും. കാരണം എന്താ അറിയാമോ? റിസ്ക് എടുക്കാൻ തയ്യാറില്ല. ഞാൻ പറഞ്ഞ ഒരു നേതാവിന് എന്താ വേണ്ടേ? ഒരു നേതാവിന് വേണ്ടത് ചങ്കുറപ്പ്. ഇരട്ട ചങ്കുണ്ടായാൽ പോരാ, ഇരട്ട ചങ്കുണ്ടെന്ന് പാർട്ടി പ്രവർത്തനത്തിലും മറ്റ് മാത്രമല്ല കാണിക്കേണ്ടത്, നമ്മുടെ സംസ്ഥാനത്തിന്റെ വികസനത്തിൽ കാണിക്കണം. ഞാൻ ചോദിക്കട്ടെ, ഈ ഡാം പൊട്ടുമെന്ന് പറഞ്ഞിട്ടേ നമ്മൾ ഇവിടുത്തെ വെള്ളം ബ്ലോക്ക് ചെയ്താൽ എന്ത് സംഭവിക്കും? സുപ്രീം കോടതി ഇടപെടുമെന്ന് പറയും. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് കുറേ പേര് ജാഥയായിട്ട് ഇങ്ങോട്ട് വരും, ഇവിടുന്ന് കുറേ പേര് ജാഥയായി അങ്ങോട്ട് പോകും. ഞങ്ങളുടെ ജീവൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞു അവിടെ നടുക്ക് കേരള ആംഡ് പോലീസും അപ്പുറത്തെ അവിടെ ആംഡ് പോലീസ് നിൽക്കും, ചിലപ്പോൾ പട്ടാളം വന്നിരിക്കും, പല കാര്യങ്ങളും വന്നിരിക്കും. പക്ഷേ ആ സംഘർഷത്തിൽ നിന്ന് ഒരു സാധനം ഇതിൻ്റെ ഉറപ്പിനായിട്ട് ഒരു തിരിയും. ഉഷ്ണേന ശാന്തി എന്ന് പറഞ്ഞ പോലെ ചിലത് നടക്കും. പക്ഷെ ഇതിന് ആർജവമുള്ള ഒരു മുഖ്യമന്ത്രിയോ മന്ത്രിസഭയോ നമുക്ക് വേണം. മുല്ലപ്പെരിയാറിൽ നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് ഈ പറയുന്ന പോലെ എന്താ പറയുക, അറ്റ്മോസ്റ്റ് ഒബ്രിമാഫിഡെ, അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് എന്നുള്ളൊരു കോൺസെപ്റ്റിൽ പോവുകയാണ്. അതവിടെ നിൽക്കട്ടെ. ഇവിടെ തദ്ദേശീയമായി ഇതിപ്പോ അതൊരു ഇന്റർസ്റ്റേറ്റ് ഇഷ്യൂ എന്ന് പറയാം. ഞാൻ ഇതോട് പ്രശ്നം പോലെ വളരെ ലാഘവമായിട്ട് കാണേണ്ട ഒരു പ്രശ്നമല്ല, മനസ്സിലായി അല്ല? അതൊരു എന്നിട്ടും ഇവിടെ ഒരു പ്രവർത്തനവും നടത്തുന്നില്ല. ഇവിടെ ഇതിപ്പോ അതൊരു ഇൻട്രസ്റ്റേറ്റ് ഇഷ്യൂ ആണ്. അതിന് കുറെ നിരത്താൻ കുറെ അധികം ന്യായീകരണങ്ങൾ ഉണ്ടാവും. ആർട്ടിക്കിൾ 370 ഇതിനേക്കാൾ വലിയ വിഷയമുണ്ടോ? കുട്ടുപോലെ എടുത്ത് കളഞ്ഞല്ലേ? കേന്ദ്ര സർക്കാരിന്റെ തീരുമാനമായിരുന്നു. ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെയാ പ്രതീക്ഷിച്ചത്? ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞാൽ കാശ്മീർ കത്തും, കേരളം ഇന്ത്യ കത്തും എന്നൊക്കെ പറഞ്ഞില്ലേ? എവിടെ കത്തി? ഒന്നും കത്തിയില്ല. നമ്മൾ ഈ പറയുന്നത് പലതും വെറും പ്രഹസനങ്ങളും ഭൂകമ്പങ്ങളും മാത്രം, ഈ പറച്ചിലുള്ള ഭൂകമ്പങ്ങളും മാത്രമാണ്. മനസ്സിലായി, പോയിന്റ് ക്ലിയർ ആണ്. നമ്മുടെ ഈ ട്രിവാൻഡ്രത്തെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അതിൻ്റെ ഒരു വിഷയം. 2011 നാടിനെ നടുക്കിയ കരിക്കകം ദുരന്തം, ഇർഫാൻ ഇന്നും ഒരു നീർന്ന ഓർമ്മയാണ്. കരിക്കകം ദുരന്തത്തിൻ്റെ ഇര. അന്ന് കുറേയധികം പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു. കരിക്കകത്ത് ഇനി ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവില്ല, നഗരത്തിൽ ഒന്നും ഉണ്ടാവില്ല, അങ്ങനെ കുറേയധികം പ്രഖ്യാപനങ്ങൾ. അത് കഴിഞ്ഞ് ഓരോ ജോയി ആവർത്തിക്കുമ്പോഴും ഇതേപോലെ പ്രഖ്യാപനങ്ങൾ നാളെയും ഉണ്ടാകും. ശരിക്കും ഇനിയെങ്കിലും വൈകിയ വേളയിൽ ഈ നഗരമാതാവ് അല്ലെങ്കിൽ ഈ മേയർ ആര്യ രാജേന്ദ്രൻ ചെയ്യേണ്ട ചില കാര്യങ്ങൾ അക്കമിട്ട് നിരത്താവോ? കാരണം ഇനിയും ഇത് ആവർത്തിക്കാതിരിക്കാൻ. ഞാനൊരു ആര്യ രാജേന്ദ്രനെ അല്ലെങ്കിൽ ഒരു ആഭ്യന്തര ഒരു മുഖ്യമന്ത്രിയെ വെച്ച് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്താ അറിയാമോ? ആര്യ രാജേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു പ്രതീകം മാത്രമാണ്. ആര്യ രാജേന്ദ്രനെ ഇവിടെ മാറ്റിക്കൊണ്ട് തിരുവനന്തപുരത്ത് മേയറെ മാറ്റിക്കൊണ്ട് വേറെ ഒരു വിപ്ലവം സംഭവിക്കാൻ പോകില്ല എന്നുള്ള അഭിപ്രായമുള്ള സിസ്റ്റമാണ് ചേഞ്ച് ചെയ്യുന്നത്. സിസ്റ്റം ചേഞ്ച് ചെയ്യണം. എന്താണ് സിസ്റ്റത്തിന്റെ പ്രധാന കാരണം ഭരണയന്ത്രം എന്ന് പറയും. വണ്ടിയുടെ ഇഗ്നേഷൻ കൊടുക്കുമ്പം എൻജിൻ സ്റ്റാർട്ടാവും, ക്ലച്ച് ഇടുമ്പം വണ്ടി മുന്നോട്ട് നീങ്ങും, ഗിയർ അവിടെ എൻജിൻ പ്രവർത്തിക്കും, വീല് കറങ്ങും, വണ്ടി മുന്നോട്ട് പോകും. ഇതുപോലെയാണ് ഭരണയന്ത്രം. മുഖ്യമന്ത്രി മന്ത്രിസഭ ഒരു തീരുമാനമെടുക്കും, സെക്രട്ടറിമാരിത് കറക്റ്റായിട്ട് ചെയ്യുന്നു, അവരിത് ജില്ലാ കളക്ടറും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും കൈമാറുന്നു, അവിടുത്തെ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ കയ്യിലെടുത്തുകൊണ്ട് ഇതൊരു ടീം വർക്കാണ്. ഭരണം എന്ന് പറയുന്ന ടീം വർക്കാണ്. ഇവിടെ ഇപ്പോൾ അങ്ങനെയല്ല. ഇവിടെ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ഇടതുപക്ഷത്തിന് ഞങ്ങളുടെ ആളിലും ഞങ്ങളുടെ, വലതുപക്ഷം ഭരിക്കുമ്പോൾ ഞങ്ങളുടെ ആളിലും ഞങ്ങളുടെ, ഇത് വന്നത് വലിയൊരു അപകടമാണ്. ഇതൊക്കെ 80കൾ വരെ ഇതില്ലായിരുന്നു. ഈ പ്രൈവറ്റ് സെക്രട്ടറിമാരെ നമ്മുടെ പേഴ്സണൽ സ്റ്റാഫിൽ സർക്കാരിൽ ഈ പാർട്ടിക്കാരെ നിയോഗിക്കുന്ന ഒരു കാലം വന്നതാണ് ഈ വലിയ പ്രശ്നം വന്നത്. അത് തുടക്കമാണ്. മുമ്പ് എങ്ങനെയാണെന്നറിയാമോ? മന്ത്രിക്ക് വിവരം വേണമെന്നില്ല. വിവരമില്ലാത്ത മന്ത്രിക്ക്, വിദ്യാഭ്യാസമില്ലാത്ത മന്ത്രിക്ക് വിവരമുള്ള പ്രൈവറ്റ് സെക്രട്ടറി, വിവരമുള്ള പേഴ്സണൽ സ്റ്റാഫ്, വിവരമുള്ള വിദ്യാഭ്യാസമുള്ള പേഴ്സണൽ സ്റ്റാഫ്, വിഷയ അധിഷ്ഠിതമായി പ്രവർത്തിക്കാൻ അറിയുന്ന പേഴ്സണൽ സ്റ്റാഫിനെ കൊടുക്കുക എന്നുള്ളതാണ് ഈ പേഴ്സണൽ സ്റ്റാഫിൻ്റെ ഉദ്ദേശം. ഇപ്പോൾ അത് മാറി. പൊളിറ്റിക്കൽ. വിവരമില്ലാത്ത മന്ത്രിക്ക് അതിനേക്കാൾ വിവരമില്ലാത്ത പ്രൈവറ്റ് സെക്രട്ടറി കൊടുക്കുന്ന കാലമായിരിക്കുകയാണ്.
അദ്ദേഹത്തിന് ഇവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ ഒരു 2000-ന് ശേഷം വന്ന പല സർക്കാരുകളിലെ മന്ത്രിമാർക്കും പ്രതിസന്ധികൾ ഉണ്ടാക്കിയിട്ടുള്ളത് പേഴ്സണൽ സ്റ്റാഫാണ്. ഇവർ പറയുന്ന അബദ്ധങ്ങൾ ചെയ്ത് പല മന്ത്രിമാരും വെള്ളത്തിലായിട്ടുണ്ട്. ഇവരുടെ വിവരക്കേടിന്റെ ഫലം മന്ത്രിയേക്കാൾ വിവരം കെട്ടവനാണ് പ്രൈവറ്റ് സെക്രട്ടറി. തിരിച്ചാണ് വേണ്ടത്. മന്ത്രിയേക്കാൾ വിവരമുള്ള ആളായിരിക്കണം പ്രൈവറ്റ് സെക്രട്ടറി. മന്ത്രിക്ക് സാർ അത് ചെയ്യരുത് എന്ന് പറയാനുള്ള കെൽപ്പ് വേണം. മന്ത്രി മുസ്തഫ, ഒരു ഉദാഹരണം പറഞ്ഞത്, മന്ത്രി മുസ്തഫ ഒരിക്കൽ ഈ പാമോയിലിൻ്റെ ഫയൽ കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വരികയാണ്. വലിയ പ്രശ്നമാകുന്ന ഒരു കേസാണ്. മുഖ്യമന്ത്രിയുടെ അവിടുന്ന് ഈ ഫയൽ ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞു. അല്ലെ മുസ്തഫ ആദ്യം കരുണാകരനല്ലേ പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹത്തിന് ഇരുത്തിരിക്കുന്ന ആളാ, എടുത്ത് പേന കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രൈവറ്റ് സെക്രട്ടറി സാർ പുറകിൽ നിന്ന് ആക്ഷൻ കാണിക്കുകയാണ്. പ്രൈവറ്റ് സെക്രട്ടറി ഫിനാൻസിൽ നിന്ന് വന്നൊരു ഉദ്യോഗസ്ഥനാണ് പ്രൈവറ്റ് സെക്രട്ടറി. 3 പ്രാവശ്യം ആക്ഷൻ കാണിച്ച് മുസ്തഫയ്ക്ക് കാര്യം പിടികിട്ടുന്നില്ല എന്താണെന്ന്. ഞാനൊന്ന് മൂത്രം ഒഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അദ്ദേഹം ഇറങ്ങി പോയി. സാർ ഇത് ഒപ്പിടരുത്, ഒപ്പിട്ടാൽ സാറ് ജയിലിൽ നിന്ന് ഇറങ്ങില്ല. പിന്നെ എന്ത് ചെയ്യാം, മുഖ്യമന്ത്രി പറഞ്ഞു പോയില്ലേ, ഇത് ഞാൻ ഒപ്പിട്ടില്ലെങ്കിൽ കുഴയില്ലേ. അപ്പോൾ പറഞ്ഞെന്തറിയാമോ, സാർ ഇത് മന്ത്രിസഭയ്ക്ക് മുന്നാകെ വെച്ച് തീരുമാനമെടുക്കാവുന്നതാണ് എന്ന് എഴുതി വയ്ക്കാൻ പറഞ്ഞു. മുസ്തഫ മൂത്രം ഒഴിച്ചിട്ട് വന്നു, അതായത് മൂത്രം അഭിനയിച്ചിട്ട് വന്നു, ഇവിടെ വന്ന് എഴുതി വെച്ചു മന്ത്രിസഭയ്ക്ക് ഈ കൂട്ടായി ഈ വിഷയത്തിൽ തീരുമാനമെടുക്കുക. അങ്ങനെ പാമോയിൽ ഇറക്കുമതി മന്ത്രിസഭയുടെ പടലിൽ വന്നതുകൊണ്ടാണ് മുസ്തഫ ജയിലിൽ പോകാഞ്ഞത്. അതൊരു പ്രൈവറ്റ് സെക്രട്ടറിയുടെ മിടുക്കാണ്. നേരം കൊണ്ട് അദ്ദേഹം ആക്ഷൻ കാണിച്ച് മുഖ്യമന്ത്രിയുടെ അവിടെ നിന്ന് ആൾ വന്നിരിക്കുക, പ്രൈവറ്റ് സെക്രട്ടറി വന്നിരിക്കുന്ന ഫയലും കൊണ്ട് ഒപ്പിട്ട് ഉടനെ എല്ലാം പറഞ്ഞു. നഗരസഭയിലേക്ക് വന്നാൽ ഇത്തരത്തിലുള്ള നഗരസഭയിൽ സെക്രട്ടറി വളരെ പ്രധാനപ്പെട്ട ആളാണ്. അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇവിടെ കളക്ടർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ അല്ലേ നഗരസഭയിലെ സെക്രട്ടറി എന്നൊക്കെ പറയുന്നത് മേളിൽ നിന്ന് പറയുന്ന കാര്യം ചെയ്തു കൊടുക്കുക ആയിട്ട് വർക്ക് ചെയ്യാണ്. ക്ലർക്കും അല്ല, പിയൂണായിട്ടാണ് പലയിടത്തും സെക്രട്ടറിമാർ വർക്ക് ചെയ്യുന്നത്. അവിടെ ഈ പറയുന്ന പോലെ നമുക്ക് പൊളിറ്റിക്കൽ അതിപ്രസരം, ബ്യൂറോക്രസിയുടെ കഴിവുകേട് അതൊക്കെ സമ്മതിക്കും. പക്ഷേ എന്നിരുന്നാലും എവിടെയെങ്കിലുമൊക്കെ ഒരു ആർജവം, എവിടെയെങ്കിലുമൊക്കെ ഒരു ഭരണ നൈപുണ്യം അത് ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ തലപ്പത്തിരിക്കുന്നവർക്ക് വേണ്ടതല്ലേ? തീർച്ചയായിട്ടും. അതില്ലാതെ പോയതാണോ തിരുവനന്തപുരത്തിന്റെ ഭരണ നൈപുണ്യം ഉള്ളവരൊന്നും പാർട്ടിയിൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കഴിവുള്ള മാർക്സിസ്റ്റ് പാർട്ടിയിൽ കഴിവുള്ള ഒത്തിരി പേരുണ്ട്, കോൺഗ്രസിൽ കഴിവുള്ള ഒത്തിരി പേരുണ്ട്, BJP-യിൽ കഴിവുള്ള ഒത്തിരി പേരുണ്ട്. ഈ വനിതാ സംവരണം വന്നതാണോ CPM ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷൻ? ഞാൻ കണ്ട ഏറ്റവും നല്ല ഒരു മന്ത്രി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായ യോഗ്യ എന്ന് പറയുന്നത് ശൈലജ ടീച്ചറാണ്. ശൈലജ ടീച്ചർക്ക് അതിപ്രസരമായ ഒരു കഴിവുമില്ല. അവർക്കൊരു കഴിവ് ഉള്ളത് എന്ന് വെച്ചാൽ ആ ടീം മാനേജ്മെന്റ് അറിയാം. ശൈലജ ടീച്ചറുടെ ഉദ്യോഗസ്ഥന്മാർ, അതായത് ആരോഗ്യ വകുപ്പിലും ഒക്കെ ഇരുന്ന നമ്മുടെ 2-3 വകുപ്പുകൾ അവരുടെ കീഴിലുള്ളത് എല്ലാം ഇരുന്ന IAS IPS ഉദ്യോഗസ്ഥർ, IAS ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ എന്നോട് പറഞ്ഞിട്ടുള്ളതെന്ന് അറിയാമോ, ടീച്ചർ രാവിലെ എണീറ്റ് പ്രാഥമിക കാര്യങ്ങൾ കഴിഞ്ഞാൽ ഉടനെ തന്നെ അവിടെ ഇരിക്കും. 7 മണിയാകുമ്പോൾ IAS കാരും മറ്റു ഉദ്യോഗസ്ഥരെ എല്ലാം വിളിക്കും. നമുക്ക് ഇന്ന് എന്താണ് ചെയ്യേണ്ടത്, നിപ്പ വന്നു എന്ത് ചെയ്യണം, അല്ലെങ്കിൽ കോവിഡ് വന്നു എന്ത് ചെയ്യണം, ഇന്നടത്ത് ഇന്ന പ്രശ്നമുണ്ട് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ക്ഷേമപ്രവർത്തനം എന്താണ് ചെയ്യേണ്ടത്, ഇത് ചോദിക്കാനായിട്ട് അവർക്ക് ഒരു മനസ്സുണ്ടായിരുന്നു. അവർക്ക് യാതൊരു സ്പെഷ്യൽ കഴിവുമില്ല. നമ്മൾ പറഞ്ഞ ഈ എക്സ്ട്രാ ഓർഡിനറി ഇന്റലിജൻസോ അല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി ടാലന്റോ ഒന്നുമില്ല. ഒരു ടീമിനെ റൺ ചെയ്ത് കൊണ്ടുപോകാൻ അറിയാം. അവർക്ക് അവരുടെ ഊർജ്ജം ഇങ്ങോട്ട് എടുക്കാൻ അറിയാം. ഇതാണ് ലീഡറിന്റെ ഒരു ക്വാളിറ്റി. താങ്കളുടെ ഊർജ്ജം ഊറ്റിയെടുക്കുന്നവനാണ് ലീഡർ. എന്നിട്ട് അത് മുഴുവൻ ജനത്തിന്റെ വികസനത്തിനായിട്ട് പ്രയോഗിക്കാൻ കഴിയുന്നതാണ്. മനസ്സിലായി. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യത്തിന്റെ ആ ഒരു ഉത്തരം പൂർണ്ണമായിട്ടില്ലായിരുന്നു. അതായത് തിരുവനന്തപുരം നഗരത്തെ രക്ഷിക്കാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? തിരുവനന്തപുരം നഗരത്തെ രക്ഷിക്കാൻ വേറെ ഒന്നും വേണ്ട. ഇപ്പം നിലവിലുള്ള സംവിധാനം മതി. ഈ മേയർ മതി. പക്ഷേ ഈ മേയർ പണിയെടുക്കണം. 100 പണിയെടുക്കുക മാത്രമല്ല, ആദ്യം അല്പം വിധേയത്വം കാണിക്കണം. നഗരസഭയോട് വിധേയത്വം കാണിക്കണം. 100 കൗൺസിലർമാരെ ഒന്നായി കാണാൻ ശ്രമിക്കണം. രാഷ്ട്രീയം പൂർണ്ണമായി മാറ്റിക്കണം. ഒരു കൗൺസിലർ എന്നോട് പരാതി പറഞ്ഞതാണ്, ഈ മേയർ ഞാനൊരു പ്രോജക്റ്റിന്റെ ഉദ്ഘാടനത്തിന് വിളിച്ചിട്ട് ഇന്നൊരു, അത് BJP കൗൺസിലറായിരുന്നു, ചേട്ടാ ഇത്ര പ്രാവശ്യം വിളിച്ചിട്ട് അവർ വരുന്നില്ല, സങ്കടം പറയാം. അതാണ് അയാൾ അവർ തന്നെ അത് ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയമാണ് അവിടെ. രാഷ്ട്രീയമാണ്. പിന്നെ വേറെ എന്തൊക്കെയാ ചെയ്യേണ്ടത്? ഇത് മാറ്റി വെച്ച് ഈ കൗൺസിൽ മുഴുവൻ ഒന്നിച്ച് നിൽക്കണം. നഗരസഭ, പഞ്ചായത്ത് രാജ് നഗരസഭ ആക്ടിൽ പറയുന്നത് ഈ 100 പേരും ചേർന്നാണ് ഈ ഭരണം നടത്തേണ്ടത്. അല്ലാതെ ഒരാളല്ല, മേയറല്ല, ഡെപ്യൂട്ടി മേയർ അല്ല ഭരിക്കേണ്ടത്, 100 പേരും ചേർന്ന് ഭരിക്കേണ്ടതാണ്. പിന്നെ ഇതിൻ്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി ഉണ്ട്. ഈ സ്റ്റിയറിംഗ് കമ്മിറ്റിയാണ് ഈ കൗൺസിൽ കഴിഞ്ഞ ഏറ്റവും പവർഫുൾ ബോഡി. മേയർ, ഡെപ്യൂട്ടി മേയർ, സെക്രട്ടറി, അതുപോലെ തന്നെ ഈ സ്റ്റാൻഡിംഗ് കൗൺസിൽ. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ്. അന്ന് മേയർ വന്നിട്ടില്ല അതൊന്നും. ഈ സ്റ്റിയറിംഗ് കമ്മിറ്റി വളരെ പവർഫുൾ ബോഡിയാണ്. ഈ സ്റ്റിയറിംഗ് കമ്മിറ്റി കറക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്താൽ എല്ലാ ഇഷ്യൂസും ഡെയിലി ഇവർക്ക് അസസ് ചെയ്യാൻ പറ്റും. അത് കൊണ്ടുവന്ന് അതിൻ്റെ സൊല്യൂഷൻ പറയാൻ പറ്റും. അതിന് ഉദ്യോഗസ്ഥന്മാരെ ഉൾപ്പെടെയുള്ളവർ സമ്മതിക്കണം. പിന്നെ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, ഓരോ വാർഡിനും ഏതാണ്ട് ഹെൽത്ത് ഇൻസ്പെക്ടർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറും സീനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറും ഉണ്ട്, ഹെൽത്ത് ഓഫീസറുണ്ട്,
സെക്രട്ടറി ഉണ്ട്, അഡ്മിനിസ്ട്രേഷൻ പിന്നെ എഞ്ചിനീയറിംഗ് വിങ് ഉണ്ട്. ഇവരുടെ ഒന്നും ടാലൻറ്റ് ഉപയോഗിക്കുന്നില്ലെന്നേ. ഇപ്പം നമ്മളിതിന് സംസാരിക്കുമ്പോൾ എന്ത് ആശയങ്ങൾ വന്നു. ഇതുപോലെ ഞാൻ പറയുന്ന പോലെ ആശയമുള്ളവർ അവിടെ ഇരിപ്പുണ്ട്, കഴിവുള്ളവരുണ്ട്, അവരെ ഉപയോഗിക്കണം. എനിക്ക് നല്ലപോലെ, കാരണം PSC വഴി വരുന്ന ഒരു ക്ലർക്ക് പോലും മോശമല്ല, ഒരു ക്ലർക്ക് ഒരു പിയൂണും പോലും മോശമല്ലെന്നേ. കാരണം എത്ര ലക്ഷം, 15 ലക്ഷം പേര് 500 പേര് വരുന്നത്, അല്ലെങ്കിൽ 400 പേര് വരുന്നത്, അല്ലെങ്കിൽ 100 പേര് വരുന്നത് സെലക്ട് ചെയ്യപ്പെട്ടവരാണ്. ബെസ്റ്റാണ് നമ്മുടെ ടീച്ചേഴ്സ്, ബെസ്റ്റ് ടീച്ചേഴ്സാണ്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സിനല്ലേ നമുക്ക് കിട്ടുന്നത്, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനല്ലേ നമുക്ക് കിട്ടുന്നത്. അവരെ യൂസ് ചെയ്യാൻ പറ്റുന്നില്ലെന്നേ. ഇവരുടെ ടാലന്റ്, ഞാൻ പറഞ്ഞു, ടാലന്റ് ടാപ്പിംഗ് ആണ് ഗവൺമെന്റ് ജോലി, അല്ലാതെ അവനെ അടിച്ചൊതുക്കലല്ല, മനസ്സിലായി, ട്രാൻസ്ഫർ ചെയ്ത് ഓടിക്കലല്ല, വിരട്ടലല്ല. എല്ലാം കഴിഞ്ഞ് വൈകിയ വേളയിൽ കൈവിട്ട് പോയിട്ട് പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല. അല്ല, ഇത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഇനിയും പോകുന്നത്. അല്ല, ഈ കരച്ചിൽ മാറ്റി വെച്ചിട്ട് ഇനി ചെയ്യേണ്ടത് ഈ കാര്യങ്ങളാണ്. അതെ, ഇനിയെങ്കിലും ചെയ്യണം. അത് പിന്നെ എളിമയാണ് ഭരണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു മന്ത്രി, മുഖ്യമന്ത്രിയൊക്കെ നട്ടൽ ഉയർന്ന് നിൽക്കുക എവിടെയെന്ന് അറിയാമോ? അപകടകരമായ ഒരു സന്ദർഭത്തിൽ അവിടെ നട്ടൽ ഉയർന്ന് നിൽക്കണം. ഇപ്പോൾ DRM വിളിച്ചിട്ട് വന്നില്ല, അവിടെ നട്ടൽ ഉയർന്ന് അയാളെ അവിടെ വരുത്തണം, അവിടെയാണ് നട്ടല്ല. അല്ലാതെ റോഡേ പോകുന്ന ഒരു പെറ്റീഷൻ കൊടുക്കാൻ വരുന്നവനെ ചാടി കയറുകയല്ല, KSRTC-കാരൻ്റെ നെഞ്ചത്ത് കയറുകയല്ല, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ അവിടുത്തെ ഒരു ക്ലാസ് 4 ജീവനക്കാരൻ്റെ നെഞ്ചത്ത് കയറി വരട്ടുകയല്ല, അല്ലെങ്കിൽ അവിടെ പഠിപ്പിക്കാൻ വരുന്ന സാറിനെ പുച്ഛിച്ചു വിടുകയല്ല. മനസ്സിലായി, സംഭവം ഇതാണ്. അപ്പോൾ ആമയിഴഞ്ചാന്തോട് ഇനി ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കാനേ നമുക്ക് സാധിക്കത്തുള്ളൂ. ഈ സിസ്റ്റത്തിൽ പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. കാരണം ദൈവം മാത്രമേ നമുക്ക് തുണയുള്ളൂ. അത് മുല്ലപ്പെരിയാർ ആയാലും ശരി, ആമയിഴഞ്ചാന്തോടായാലും ശരി, നമ്മുടെ കലിങ്കായാലും ശരി, ദൈവം മാത്രം തുണ. പോയിന്റ് ക്ലിയർ ആണ്. നമുക്ക് ഏതായാലും ശ്രീ വേണുഗോപാലുമായിട്ടുള്ള സംഭാഷണം വീണ്ടും അടുത്ത എപ്പിസോഡിൽ തുടരുന്നതായിരിക്കും. നന്ദി.